ഹലോ ഓൾ, വെൽക്കം ടു സഹകാരി റേസ് പ്ലസ്. അപ്പം ഞാൻ ഇന്ന് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ടുള്ളതും ഒന്നോ രണ്ടോ വട്ടം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ളതും അത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ള. അടുത്തൊരു ക്ലാസ്സും കൂടെ കാണും ഈ ടൈപ്സിൽ, അതിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു ക്ലാസ് ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങൾ 2 വട്ടം ഒന്ന് കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ മനസ്സിലോട്ടെല്ലാം വന്നോളും. ഓക്കെ, സോ ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗാനിസം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൈക്രോ ഓർഗാനിസം എന്താണ്. മൈക്രോ ഓർഗാനിസം എന്ന് പറയുമ്പോൾ ഭയങ്കര സൈസ് കുറഞ്ഞ നമ്മളെ നേക്കഡ് ആയി കൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്തതായിട്ടുള്ള ഓർഗാനിസംസിനെയാണ് നമ്മൾ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ നേക്കഡ് ആയി കൊണ്ട് നമുക്ക് പെട്ടെന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ മാത്രം കാണാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് എന്ത്, മൈക്രോ ഓർഗാനിസം എന്ന് നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നത്. സോ ഈ മൈക്രോ ഓർഗാനിസത്തിന് ദേ ആർ ബെനഫിഷ്യൽ. ചില കാര്യങ്ങളിൽ അവരെന്താണ് നമുക്ക് ബെനഫിഷ്യൽ ആണ്. പല കാര്യങ്ങളിലും ഇപ്പം ചില ഡ്രഗ്സ് പ്രൊഡക്ഷന് വേണ്ടിയും എൻസൈംസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയും ഇൻഡസ്ട്രിയൽ യൂസസും ഒക്കെ ഒരുപാട് ആർക്കുണ്ട്, ഈ മൈക്രോ ഓർഗാനിസംസിനുണ്ട്. അല്ലാതെ തന്നെ നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന ഫെർമെൻറ്റേഷൻ പോലത്തെ പ്രോസസ്സിലൊക്കെ അവർ നമുക്ക് ബെനഫിഷ്യലാണ്. അതേപോലെ ഇവരെന്തുവാണ്, ഡേഞ്ചറസും ആണ്. ദാറ്റ് മീൻസ് ഹാംഫുള്ളും ആണ്. നമുക്കവർ ബെനഫിഷ്യലും ആണ്, അതേസമയം ചിലവരൊക്കെ എന്താണ് ഹാംഫുള്ളും ആണ്. നമ്മളെ മിക്ക ഡിസീസും കോസ് ചെയ്യുന്ന ആരൊക്കെയാണ്, ഈ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഈ ഡിസീസൊക്കെ പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ഈ മൈക്രോ ഓർഗാനിസം എന്നും മൈക്രോ ഓർഗാനിസത്തിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്ന കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പം ഈ ഒരു ടോപ്പിക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻ വർഷങ്ങളിലെ പരീക്ഷ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ 3-4 ക്വസ്റ്റ്യൻസ് ഈ ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ അണ്ടറിൽ നിന്ന് വന്നിട്ടുണ്ട്. സോ ഇത് സിമ്പിളും ആണ്, ബട്ട് നമ്മൾ പറയുന്ന പോലെ ഇത് പവർഫുള്ളും ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മൈക്രോ ഓർഗാനിസം. ബിക്കോസ് ഇത് നമുക്ക് പഠിക്കാനും എളുപ്പമാണ്, അതേപോലെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരികയും ചെയ്യും. അപ്പം സിമ്പിളും പവർഫുള്ളും ആയിട്ടുള്ളൊരു സാധനമാണ് ഈ മൈക്രോ ഓർഗാനിസം. അതിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് ബാക്ടീരിയനെ പറ്റിയാണ് കേട്ടോ. മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ബാക്ടീരിയയുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് ജനറൽ ആയിട്ടുള്ള ബാക്ടീരിയയുടെ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഓർഗാനിസംസ് ഏതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്ടീരിയനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാറുണ്ട്. അത് ഉറപ്പായിട്ടും പഠിച്ചു വെച്ച് നോക്കൂ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഇന്ന് ജസ്റ്റ് നമുക്ക് മൈക്രോ ഓർഗാനിസം മാത്രം ഒന്ന് നോക്കാം. സോ എന്താണ് മൈക്രോ ഓർഗാനിസം, അല്ലെങ്കിൽ ഈ നീട്ടി വലിച്ച് പറയാതെ മൈക്രോബ്സ്. ഓക്കെ, മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ മൈക്രോബ് അവരെന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ദേ മേ ബി യൂണിസെല്ലുലാർ ആവാം, ഒരു സിംഗിൾ സെല്ല് മാത്രമേ കാണുള്ളൂ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സെല്ല് ചേർന്ന ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആവാം, അല്ലെങ്കിൽ യൂണിസെല്ലുലാറിൽ തന്നെ അവർ ഇങ്ങനെ ഒന്നിച്ചൊന്നിച്ച് ഒരു ക്ലംപ് ചെയ്ത് ഗ്രൂപ്പായിട്ടും കാണാം. ഓക്കെ, സോ ഇങ്ങനെ ഡിഫറെൻറ്റ് ഫോംസിൽ നമുക്ക് കാണാൻ പറ്റുന്ന മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ മൈക്രോബ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എവിടെ എടുത്ത് നോക്കിയാലും, ഇപ്പം ഞാൻ എടുക്കുന്ന ഈ ഒരു റൂം എടുത്ത് നോക്കുകയാണെങ്കിലും ഇതിനകത്ത് എന്ത് കാണും, ഇഷ്ടം പോലെ മൈക്രോ ഓർഗാനിസംസ് കാണും. എൻ്റെ ഈ പെണ്ണിനകത്ത് കാണും, എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ഫേസിൽ കാണും, ഞാൻ യൂസ് ചെയ്യുന്നില്ല, എൻ്റെ ഡ്രസ്സിനകത്തൊക്കെ എന്ത് കാണും, മൈക്രോ ഓർഗാനിസംസ് കാണും. സോ മൈക്രോ ഓർഗാനിസം ആർ വൈഡ് സ്പ്രെഡ് ഇൻ നേച്ചർ ആൻഡ് ആർ ബെനഫിഷ്യൽ ടു ലൈഫ്. നമുക്ക് ബെനഫിഷ്യൽ ആണ്, പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മൈക്രോ ഓർഗാനിസം ബെനഫിഷ്യൽ ആണ് കേട്ടോ. ബട്ട് അതേ സമയത്ത് തന്നെ ദേ ക്യാൻ കോസ് സം സീരിയസ് ഹാംസും കോസ് ചെയ്യാറുണ്ട്. അപ്പോൾ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൈക്രോബ്സ് എന്ന് പറയുന്നത് എന്താണ്, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ദേ ക്യാൻ ബി യൂണിസെല്ലുലാർ, മൾട്ടി സെല്ലുലാർ ഓർ സെൽ ക്ലസ്റ്റേഴ്സ് ആയിരിക്കാം. ആൻഡ് ദേ ആർ വൈഡ് സ്പ്രെഡ് ഇൻ നേച്ചർ ആൻഡ് ദേ ആർ ബെനഫിഷ്യൽ ബട്ട് സം കോസ് സീരിയസ് ഹാം. ഇനി ജനറൽ ആയിട്ട് മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ 3 ഡൊമൈൻസ് ആയിട്ട് 3 ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ വരുന്ന ഏതൊക്കെയാണ്, ആർക്കി വരുന്നുണ്ട്, ബാക്ടീരിയ വരുന്നുണ്ട്, യൂകാരിയോട്സ് വരുന്നുണ്ട്. അതിൽ ഈ ആർക്കിയും ബാക്ടീരിയയും കൂടെ ചേർത്തിട്ട് നമുക്ക് പ്രോകാരിയോട്സ് എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം, പ്രോകാരിയോട്സ്. ഓക്കെ, അപ്പം 3 ഡൊമൈൻസിലായിട്ടാണ് വരുന്നത്, ആർക്കി, ബാക്ടീരിയ ആൻഡ് യൂകാരിയ. ഓക്കെ, ഇതൊക്കെയാണ് ആർക്കി, ബാക്ടീരിയ ആൻഡ് യൂകാരിയ. അപ്പോൾ ഇതിൽ ഓരോന്നിലും എന്തൊക്കെ വരുമെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം.
ഇതിൽ മൈക്രോബ് ദാറ്റ് ഡൊമൈൻസ് ബാക്ടീരിയ ആൻഡ് ആർക്കി എന്ന് പറയുന്നത് പ്രോക്യാരിയോട്സ് ആണ്. എന്താണ് പ്രോക്യാരിയോട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? പ്രോക്യാരിയോട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രിഡോമിനൻ്റ് ആയിട്ട് ന്യൂക്ലിയസ് കാണില്ല. അതായത് അവരുടെ ന്യൂക്ലിയസ് എന്ന് പറയാൻ നമ്മളെ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മളുടെ ജനറ്റിക് മെറ്റീരിയൽ അതിനെ കവർ ചെയ്തിട്ട് നമുക്ക് ന്യൂക്ലിയർ മെംബ്രെയിൻ വെച്ചിട്ടുള്ള ഒരു പ്രിഡോമിനൻ്റ് ന്യൂക്ലിയസ് നമുക്ക് കാണും അല്ലേ? ഇപ്പം യൂക്യാരിയോട്സ് ആയിട്ടുള്ള നമുക്ക് കാണും. പക്ഷേ ഇൻ ദ കേസ് ഓഫ് പ്രോക്യാരിയോട്സ്, ഈ ആർക്കി അതേപോലെ ബാക്ടീരിയക്കൊന്നും അങ്ങനെ പ്രിഡോമിനൻ്റ് ആയിട്ട് അവരുടെ സെൽ എടുക്കുകയാണെങ്കിൽ അവിടെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ ഉണ്ടാവില്ല. അവർക്ക് എന്ത് കാണില്ല? ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അവർക്ക് കാണില്ല. പകരം അവരുടെ സെല്ലിനുള്ളിൽ ജനറ്റിക് മെറ്റീരിയൽ ഒരു ഏരിയയിൽ ഇങ്ങനെ അങ്ങ് കിടക്കത്തേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് അവരെ നമ്മൾ എന്തെന്ന് വിളിക്കുക? പ്രോക്യാരിയോട്സ് എന്ന് വിളിക്കുക. ദേ ഡു നോട്ട് ഹാവ് എനി ട്രൂ ന്യൂക്ലിയസ്. സോ their cell lacks a nucleus. അങ്ങനെയുള്ളവരെയാണ് പ്രോക്യാരിയോട്സ് എന്ന് പറയുന്നത്. സോ ബാക്ടീരിയ ആൻഡ് ആർക്കി ഒക്കെ എന്താണ്? പ്രോക്യാരിയോട്സ് ആണ്. ഡൊമൈൻ യൂക്യാരിയയിൽ എന്തായിരിക്കും? യൂക്യാരിയോട്സ് ആയിരിക്കും ഉണ്ടാവുക. ദേ ഹാവ് എ ഡെഫിനിറ്റ് ന്യൂക്ലിയസ്. അവർക്കൊരു ഡെഫിനിറ്റ് ന്യൂക്ലിയസ് അവരുടെ സെല്ലിനുള്ളിൽ കാണും. ഇനി ഇതിൽ വരുന്ന ഒരാളും കൂടെ ഉണ്ട്, അതായത് മൈക്രോ ഓർഗാനിസത്തിന്റെ അണ്ടറിൽ നമ്മൾ ഈ പറഞ്ഞ 3 ഡൊമൈനിലും പെടാതെ കിടക്കുന്ന ഒരാളാണ് വൈറസ്. വൈറസിനെ നമ്മൾ ഈ ആർക്കിയിലായാലും ബാക്ടീരിയയിലായാലും യൂക്യാരിയയിലായാലും പ്ലേസ് ചെയ്യുന്നില്ല. അത് സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ഒരാളാണ് വൈറസ്. ബിക്കോസ് അവർക്ക് എന്താണ്? അവർക്ക് സെൽഫായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഒരു ഹോസ്റ്റിനുള്ളിൽ ചെന്നാൽ മാത്രമേ അവർക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. സോ അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പായിട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഏതൊക്കെയാണ് വരിക? ബാക്ടീരിയ, ആർക്കി, യൂക്യാരിയ വരുന്നുണ്ട്. പിന്നെ വൈറസ് ഇതിലൊന്നും പെടാതെ വേറെ കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ടൈപ്പ് മൈക്രോ ഓർഗാനിസം ആണ് നമുക്കുള്ളതെന്ന് നോക്കാം. വി ഹാവ് ബാക്ടീരിയ, നമുക്ക് പഠിക്കാനുള്ളതാണ് ബാക്ടീരിയ, ആർക്കി, ഫംജൈ, പ്രോട്ടോസോവ, ആൽഗെ, വൈറസ്. ഇതെല്ലാമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗാനിസം. ഇതിൽ മോർ ഫോക്കസ് ചെയ്യേണ്ട 2 ആൾക്കാരാണ് ബാക്ടീരിയ ആൻഡ് വൈറസ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് നമ്മൾ അവരുടെ ക്യാരക്ടേഴ്സാണ് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൊരു താരമാണ് ആ ബാക്ടീരിയ. ബാക്ടീരിയയുടെ ഫീച്ചേഴ്സ് ഉറപ്പായിട്ടും ചോദിക്കും. അതേപോലെ വൈറസിൻ്റെ ഫീച്ചേഴ്സും ചോദിക്കും കേട്ടോ. അപ്പോൾ ബാക്ടീരിയയും വൈറസും ആണ് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, അത് നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പം നമുക്ക് ഇവരുടെ എല്ലാവരുടെയും ജസ്റ്റ് ഫീച്ചേഴ്സ് മാത്രം പറഞ്ഞ് പോവാം. ഓക്കെ, ഒരു സമ്മറി അല്ലെങ്കിൽ ഒരു ഇൻട്രോ പോലെ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞ് പോവാം. ഓക്കെ, സോ എന്താണ് മൈക്രോ ഓർഗാനിസത്തിന്റെ ക്ലാസിഫിക്കേഷൻ? മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രോക്യാരിയോട്സ് ആൻഡ് യൂക്യാരിയോട്സ്. അല്ലെ, പ്രോക്യാരിയോട്സിൽ വരുന്നതാണ് ബാക്ടീരിയ, ആർക്കി ഒക്കെ പ്രോക്യാരിയോട്ടാണ്. യൂക്യാരിയോട്സിലാണ് നമ്മുടെ പ്രോട്ടിസ്റ്റ, ഫംജൈ, ആൽഗെ ഒക്കെ വരുന്നത്. വൈറസിനെ നമുക്ക് ഇവിടെ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ 3 ഡൊമൈൻ ഓർത്ത് വെച്ചിരിക്കുക: ആർക്കി, ബാക്ടീരിയ ആൻഡ് യൂക്യാരിയ. യൂക്യാരിയയിലാണ് ഇവർ ഇത്രയും പേര് വരുന്നത്. ആർക്കി സെപ്പറേറ്റും ബാക്ടീരിയ വരും. ഈ ആർക്കിയും ബാക്ടീരിയയും പ്രോക്യാരിയോട്സ് ആണ്. ബാക്കി 3 എണ്ണം എന്താണ്? യൂക്യാരിയോട്സ് ആണ്. ഇനി നമുക്ക് ബാക്ടീരിയയുടെ ഫീച്ചേഴ്സ് എല്ലാം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഈ ക്ലാസ്സിൽ ഞാൻ അണ്ടർലൈൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയാൽ മതി. ബാക്ടീരിയ, ദേ ആർ യൂണിസെല്ലുലാർ ഓർഗാനിസം. എന്താണ്? അവർക്കൊരു സിംഗിൾ സെല്ല് മാത്രമാണ് കാണുക. ആൻഡ് അവരെ നമ്മൾ പ്രോക്യാരിയോട്സ് എന്നാണ് പറയുക. ബിക്കോസ് ദേ ലാക്ക് എ ന്യൂക്ലിയസ്. അവർക്കൊരു പ്രിഡോമിനന്റ് ന്യൂക്ലിയസ് ഉണ്ടായിരിക്കില്ല. ഇനി ബേസ്ഡ് ഓൺ ദ ഷേപ്പ് അനുസരിച്ച്, ബാക്ടീരിയയുടെ സെല്ലിന്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് മെയിനായിട്ടും ബാസിലെ ഉണ്ട്, റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. കോക്കസ് റൗണ്ട് ഷേപ്പിലായിട്ട് വരും. സ്പൈറല സ്പൈറൽ ഷേപ്പിൽ വരും. വിബ്രിയോ കോമ ഷേപ്പിൽ വരും, അല്ലെങ്കിൽ കർവ്ഡ് ഷേപ്പിൽ വരും. ഓക്കെ, അപ്പം ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ഓഫ് ബാക്ടീരിയ വി ഹാവ് ബാസിലസ്, കോക്കസ്, സ്പൈറല ആൻഡ് വിബ്രിയോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് വിത്ത് എക്സാമ്പിൾ. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പം ജസ്റ്റ് ഓർത്ത് വെച്ചേക്കൂ, ബാക്ടീരിയ ക്യാൻ ബി എക്സിസ്റ്റ് ഇൻ 4 മേജർ ഷേപ്സ്. 4 അല്ല, കുറച്ചുകൂടെ വരും. ഇപ്പം നമുക്ക് 4 ആണ് ഏറ്റവും കൂടുതലുള്ളത്. സോ ബാസിലെ റോഡ് ഷേപ്പ്, കോക്കസ് സ്പെറിക്കൽ ഷേപ്പ്, സ്പൈറല സ്പൈറൽ ഷേപ്പ് ആൻഡ് വിബ്രിയോ കർവ്ഡ് അല്ലെങ്കിൽ കോമ ഷേപ്പ്. ഇനി ബാക്ടീരിയയുടെ അടുത്ത പ്രത്യേകത നോക്കിക്കോളൂ. അവരുടെ സെൽ വോൾ, അവരുടെ സെല്ലിന്റെ വോൾ നോക്കുകയാണെങ്കിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പെപ്റ്റിഡോഗ്ലൈക്കൻ സെൽ വോൾ ആണ് അവർക്ക് കാണുന്നത്. സോ ദേ ആർ യൂണിസെല്ലുലാർ ഓർഗാനിസം. പ്രോക്യാരിയോട്ടിക് ആണ്. ഷേപ്പ് അനുസരിച്ച് ബാസിലൈ, കോക്കസ്, സ്പൈറല, വിബ്രിയോ. പെപ്റ്റിഡോഗ്ലൈക്കൻ വെച്ചിട്ടാണ് അവരുടെ സെൽ വോള് മേഡപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവർ ഡിവൈഡ് ചെയ്യുന്നത് ബൈനറി ഫിഷൻ വഴിയാണ്. ഒരു സെല്ല് പെട്ടെന്ന് ഡിവൈഡ് ചെയ്ത് 2 ആയിട്ട് മാറും. അതിനെയാണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. ഇനി ഇവർക്ക് മൂവ് ചെയ്യാൻ അവർക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതാണ് ഫ്ലജല്ല.
അവർക്ക് മൂവ് ചെയ്യാനുള്ള സ്ട്രക്ചേഴ്സ് ആണ് ഫ്ലജല. ഇങ്ങനെ ഒരു വാല് പോലെ അവർക്ക് ഫ്ലജല കാണും. ഓക്കെ, ഫ്ലജല ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഇവരുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പം അവരുടെ എവിടെ കാണുക, സെല്ലിനുള്ളിൽ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് കിടക്കായിരിക്കും. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്, DNA തന്നെയാണ് അവരുടെ ജനറ്റിക് മെറ്റീരിയൽ. ഓക്കെ, ഇനി ഇവരുടെ ജനറ്റിക് മെറ്റീരിയലിന് പുറമെ സെല്ലിനുള്ളിലായിട്ട് ജനറ്റിക് മെറ്റീരിയലിന് പുറമെ സർക്കുലർ ആയിട്ടുള്ളൊരു ജനറ്റിക് മെറ്റീരിയലും കൂടെ കാണും. അതിനെയാണ് പ്ലാസ്മിഡ് എന്ന് വിളിക്കുന്നത്. എന്താ? പ്ലാസ്മിഡ്. എക്സ്ട്രാ സർക്കുലർ ആയിട്ടുള്ളൊരു ജനറ്റിക് മെറ്റീരിയൽ ആണ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ ബാക്ടീരിയ ഈസ് നോൺ ആസ് ദ പ്ലാസ്മിഡ്. ഇമ്പോർട്ടൻറ്റ്, ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ചില ബാക്ടീരിയയ്ക്ക് എന്ത് കാണും? എക്സ്ട്രാ സർക്കുലർ ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ കാണും വിച്ച് ഈസ് നോൺ ആസ് ദ പ്ലാസ്മിഡ്. ഈ പ്ലാസ്മിഡ് ഇമ്പോർട്ടൻസ് ആണ്. റെസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുന്നത്, ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പ്ലാസ്മിഡ് ആണ്. ഓക്കെ, അപ്പോൾ ദ പ്ലാസ്മിഡ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ബാക്ടീരിയ ദാറ്റ് ഇറ്റ് കണ്ടെയ്ൻ ജീൻ ദാറ്റ് കൺഫർ ആൻ അഡ്വാൻറ്റേജ് സച്ച് ആസ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ഫോർ അതർ സ്പീഷീസ്. അപ്പം ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പ്ലാസ്മിഡ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ പേജിൽ നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ്, റീപ്രൊഡ്യൂസ് ബൈ ബൈനറി ഫിഷൻ, ഫ്ലജല ഫോർ മോട്ടിലിറ്റി, അവരുടെ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് തന്നെയാണ് ജനറ്റിക് മെറ്റീരിയൽ. എക്സ്ട്രാ സെല്ലുലാർ ആയിട്ട് എക്സ്ട്രാ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് പ്ലാസ്മിഡ് കാണും. ദേ പ്രൊവൈഡ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ഓക്കെ, ഇനി സെൽ വാളിന്റെ സ്ട്രക്ചർ അനുസരിച്ച് നമുക്ക് 2 ടൈപ്പ് ബാക്ടീരിയ ആണ് വരുന്നത്. സെൽ വാളിന്റെ കോമ്പോസിഷൻ നമ്മൾ പറഞ്ഞു, പെപ്റ്റിഡോഗ്ലൈക്കൻ, അതിന്റെ പ്രസൻസും അതിന്റെ കൂടുതലാണോ കുറവാണോ എന്നതിന്റെ ബേസിസിൽ, അതായത് സെൽ വാളിന്റെ കോമ്പോസിഷൻ ബേസ് ചെയ്തിട്ട് ബാക്ടീരിയ 2 തരമാണുള്ളത്. ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഏതാണ്? ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത്, ഗ്രാം സ്റ്റെയിനിങ് ചെയ്യുന്ന സമയത്ത് അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നമുക്ക് തരുന്നതെങ്കിൽ അതെന്താണ്? ഗ്രാം പോസിറ്റീവ് എന്നും. ഒരു പിങ്ക് കളറാണ് കിട്ടുന്നതെങ്കിൽ അത് ഗ്രാം നെഗറ്റീവ് ആണ്. പർപ്പിൾ ആണ് കിട്ടുന്നതെങ്കിൽ അത് ഗ്രാം പോസിറ്റീവും, പിങ്ക് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് ഗ്രാം നെഗറ്റീവ് ആണ്. പർപ്പിൾ ഓർ ആ ഒരു ഷെയ്ഡാണ് നമുക്ക് വരുന്നതെങ്കിൽ അത് ഗ്രാം പോസിറ്റീവ്, ഒരു പിങ്ക് റെഡ് ആ ഷെയ്ഡ് വരുവാണെങ്കിൽ അത് ഗ്രാം നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ സെൽ വാൾ സ്ട്രക്ചർ. ഇനി ബേസ്ഡ് ഓൺ ദ യൂസ് ഓഫ് ഓക്സിജൻ, ഓക്സിജന്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ അവർക്ക് വേണ്ട അവർ ഓക്സിജൻ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഫസ്റ്റ് വൺ എയറോബിക്. അതിൻ്റെ അർത്ഥം എന്താണ്? ഓക്സിജന്റെ പ്രസൻസിൽ മാത്രമേ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ബാക്ടീരിയ ആണ് എയറോബിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഇനി അനേറോബിക് ഉണ്ട്, അവർക്ക് ഓക്സിജൻ ആവശ്യമില്ല, സർവൈവ് ചെയ്യാൻ അവർക്ക് ഓക്സിജൻ ആവശ്യമില്ല. ഇനി ഫാക്കൽറ്റേറ്റീവ് അനേറോബ്സ് ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എയറോബിക് അല്ലെങ്കിൽ ഓക്സിജന്റെ പ്രസൻസിലും ഓക്സിജന്റെ ആബ്സൻസിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർവൈവ് ചെയ്യാൻ പറ്റും. സോ ബേസ്ഡ് ഓൺ ദ റെസ്പോൺസ് ടു ഓക്സിജൻ, it is of aerobic which lives in the presence of oxygen, anaerobic lives without oxygen, facultative anaerobe can live in both environment. Okay, ഇനി അക്കോർഡിംഗ് ടു ദ വേ ദേ ഒബ്റ്റെയിൻ എനർജി ഒബ്റ്റെയിൻ ചെയ്യുന്ന അനുസരിച്ച് ബാക്ടീരിയനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും, ഹെട്രോട്രോഫ്സ് ആൻഡ് ഓട്ടോട്രോഫ്സ്. ഹെട്രോട്രോഫ്സ് എന്ന് പറയുമ്പം അവർ സെൽഫായിട്ട് ഉണ്ടാക്കില്ല ഫുഡ്, അവർക്ക് വേണ്ടത് അവർ ഓർഗാനിക് മാറ്റർ അവർ തന്നെ സിന്തസൈസ് ചെയ്യില്ല. ഓട്ടോട്രോഫ്സ് എന്ന് പറയുമ്പോൾ അവർ എനർജി യൂസ് ചെയ്തിട്ട് അവർക്ക് വേണ്ട ഓർഗാനിക് മാറ്റേഴ്സിനെ അവർ തന്നെ സിന്തസൈസ് ചെയ്യും. അതിനെയാണ് ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്നത്. ഒന്നുകിൽ എനർജി ഇൻ ദ ഫോം ഓഫ് സൺലൈറ്റ് ആയിരിക്കും അവരെടുക്കുക, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ വഴിയായിരിക്കും അവർ എനർജി എടുക്കുക. സൺലൈറ്റിന്റെ ബേസിസിലാണെങ്കിൽ അവരെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫോട്ടോ ഓട്ടോട്രോഫ്സ് എന്ന് വിളിക്കും. കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ കെമിക്കൽസ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ അവർ നമ്മൾ കീമോ ഓട്ടോട്രോഫ്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ എനർജി സൺലൈറ്റ് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ വഴി വരാം. സൺലൈറ്റ് ആണെങ്കിൽ ഫോട്ടോ ഓട്ടോട്രോഫ്സ്, കെമിക്കൽ റിയാക്ഷൻ വഴിയാണെങ്കിലാണ് അവരെ നമ്മൾ കീമോ ഓട്ടോട്രോഫ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഹെട്രോട്രോഫ്സ് എന്ന് പറയുന്നത് അതർ ഓർഗാനിസത്തിനെ കൺസ്യൂം ചെയ്തിട്ടായിരിക്കും, അവിടുന്ന് അവരുടെ ഹെൽപ്പോട് കൂടിയായിരിക്കും അവർക്ക് വേണ്ട എനർജി എടുക്കുന്നത്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഹെട്രോട്രോഫ്സ് എന്ന് വിളിക്കുക. ഇനി ഒരാളും കൂടെ ഉണ്ട്, അതാരാന്നറിയാമോ? സാപ്രോഫൈറ്റ്സ്. ആരാണ്? സാപ്രോഫൈറ്റ്സ്. അതെന്തായിരിക്കും? ഡെഡ് ഡീക്കെ ആയിട്ടിരിക്കുന്ന ഓർഗാനിസംസ് അല്ലെങ്കിൽ ഡെഡ് ആയിട്ട് കിടക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, അതിനെ ആ ഡീക്കേയിങ് വഴിയായിരിക്കും അവരെന്ത് ചെയ്യുക? എനർജി എടുക്കുക. അതിനെയാണ് സാപ്രോഫൈറ്റ്സ് എന്ന് വിളിക്കുക. So the bacteria that use decaying life form as source of energy are called saprophytes. ആ പോയിന്റും ഓർത്ത് വെച്ചേക്കും. അപ്പോൾ ബേസ്ഡ് ഓൺ ഓക്സിജൻ എന്തൊക്കെയാണ്? എയറോബിക്, അനേറോബിക് ആൻഡ് ഫാക്കൽറ്റേറ്റീവ് അനേറോബിക്. ബേസ്ഡ് ഓൺ ദ എനർജി യൂട്ടിലൈസേഷൻ ഹെട്രോട്രോഫിക് ആൻഡ് ഓട്ടോട്രോഫിക്. ഓട്ടോട്രോഫിക്കിൽ തന്നെ ഫോട്ടോ ഓട്ടോട്രോഫും കീമോ ഓട്ടോട്രോഫും. ഇനി ഹെട്രോട്രോഫ് ഉണ്ട്, പിന്നെ സാപ്രോഫൈറ്റ്സും വരുന്നുണ്ട്.
ഇത്രയാണ് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസിൽ വരിക. ഇനി രണ്ടാമത്തേതാണ് ആർക്കി അല്ലെങ്കിൽ ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത് ട്രൂ ബാക്ടീരിയ. നമ്മൾ നേരത്തെ പറഞ്ഞതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ബിക്കോസ് ഇവർക്ക് പെപ്റ്റിഡോഗ്ലൈക്കൺ എന്ന് പറഞ്ഞ സെൽ വാള് ഇവർക്ക് കാണില്ല. അതിന് പകരം അവർക്ക് ഫൈറ്റനൈൽസ് ആയിരിക്കും കാണുക ഓൺ ദ സെൽ മെമ്പറൈനിൽ അവർ ഫൈറ്റനൈൽ ആയിരിക്കും അവർക്ക് കാണുന്നത്. ഓക്കെ, ഇനി ഇവരും എന്താണ്, പ്രോകാരിയോട്ടിക് സെല്ലാണ്. ആൻഡ് ഇവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻസിലായിരിക്കും ഇവർ സർവൈവ് ചെയ്യുന്നത്. എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻസിൽ സർവൈവ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് ഈ ആർക്കി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സോൾട്ട് ഡെപ്പോസിറ്റ്സ്, ഡീപ് സീ, തെർമൽ വെൻസ്, ഹോട്ട് സ്പ്രിങ്സ്, ഇവിടെയൊക്കെ അതായത് എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻസിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസംസ് ആണ് ഈ ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത്. സോ ദേ ആർ നോൺ ആസ് എക്സ്ട്രീമോഫൈൽസ്. എന്തെന്ന് വിളിക്കും? എക്സ്ട്രീമോഫൈൽസ് എന്ന് വിളിക്കും. ബിക്കോസ് ദേ ക്യാൻ സർവൈവ് ഇൻ എക്സ്ട്രീം കണ്ടീഷൻസ്. അപ്പോൾ ബേസ്ഡ് ഓൺ ദെയർ ആ കണ്ടീഷൻ അല്ലെങ്കിൽ ഹാബിറ്റാറ്റ് അനുസരിച്ച് ആർക്കീനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. മെത്തനോജൻസ് എന്ന് പറയുന്നത് മീഥേൻ പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും. ഇനി ഹാലോഫൈൽസ് ഉണ്ട്. ഹാലോഫൈൽസ് എന്ന് പറയുന്നത് സോൾട്ടി കണ്ടീഷൻസിൽ സർവൈവ് ചെയ്യുന്നവരാണ്. തെർമോഫൈൽസ് ഉണ്ട്, അതായത് ഹോട്ട് ടെമ്പറേച്ചറിൽ, എക്സ്ട്രീം ഹൈ ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യുന്നവരാണ് തെർമോഫൈൽസ് എന്ന് പറയുന്നത്. പിന്നെ സൈക്രോഫൈൽസ് ഉണ്ട്, എക്സ്ട്രീം കോൾഡ് ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യുന്നവരാണ് സൈക്രോഫൈൽസ്. അപ്പോൾ ബേസ്ഡ് ഓൺ ദ ഹാബിറ്റാറ്റ് ദേ ക്യാൻ ബി മെത്തനോജൻസ്, ഹാലോഫൈൽസ്, തെർമോഫൈൽസ് ആൻഡ് സൈക്രോഫൈൽസ്. ഓക്കെ, ആർക്കിയുടെ ക്ലാസിഫിക്കേഷൻ ആണിത്. ഇനി ആർക്കിയൻസിനും ഡിഫറെൻറ്റ് എനർജി സോഴ്സസ് വരുന്നുണ്ട്. ഹൈഡ്രജൻ ഗ്യാസ് യൂസ് ചെയ്യാറുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഒക്കെയാണ് അവർ യൂസ് ചെയ്യുക. ചിലർ എന്ത് ചെയ്യും, സൺലൈറ്റ് എനർജി യൂസ് ചെയ്തിട്ട് അവർ ഫോട്ടോസിന്തസിസ് പോലത്തെ പ്രോസസ്സ് ചെയ്യാറുണ്ട്. ഓക്കെ, ബട്ട് പ്ലാന്റ് ചെയ്യുന്ന പോലെ അതേ രീതിയിലായിരിക്കില്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും അവർ ചെയ്യാം. ഓക്കെ, കാരണം പ്ലാന്റിൽ ഓക്സിജൻ പുറത്തേക്ക് വിടുകയാണെങ്കിൽ ഇവർ ഹൈഡ്രജൻ സൾഫൈഡ് ഒക്കെ ആയിരിക്കും പുറത്തേക്ക് വിടുക. സോ അങ്ങനത്തെ കുറച്ച് ചേഞ്ചസ് ഇവർക്ക് കാണും. അത്രയും ഡീറ്റെയിലോട്ടൊന്നും പോകണ്ട, ജസ്റ്റ് ഈ ഒരു ക്ലാസ് മാത്രം നോക്കി വെച്ചോളൂ. അപ്പോൾ അതാണ് ആർക്കി. ഇനി ദേ അബ്സോർബ് സൺലൈറ്റ് യൂസിങ് ദ മെംബ്രെയിൻ പിഗ്മെന്റ് കോൾഡ് ബാക്ടീരിയോറോഡോപ്സിൻ യൂസ് ചെയ്തിട്ടായിരിക്കും ആ സൺലൈറ്റിനെ അവർ അബ്സോർബ് ചെയ്യുന്നത്. എന്നിട്ടായിരിക്കും അവർക്ക് വേണ്ട എനർജി മോളിക്യൂൾസിനെ, അതായത് ATPനെ അവർ ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് ആർക്കിയൻസ് അല്ലെങ്കിൽ ആർക്കി ബാക്ടീരിയ. നെക്സ്റ്റ് വൺ ഈസ് ഫഞ്ചൈയിൽ മെയിനായിട്ട് നമുക്ക് വരുന്നതാണ് മഷ്റൂം, മോൾസ് ആൻഡ് ഈസ്റ്റ് എന്ന് പറയുന്നത്. അവർ യൂക്കാരിയോട്ടിക് ആയിട്ടുള്ളതാണ് ബിക്കോസ് ദേ ഹാവ് ട്രൂ ന്യൂക്ലിയസ്. ഇനി മിക്ക ഫഞ്ചൈ എന്താണ്, മൾട്ടി സെല്ലുലാർ ആണ്. അവരുടെ സെൽ വാള് കൈറ്റിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മൾട്ടി സെല്ലുലാർ ആണ്, കൈറ്റിൻ വെച്ചിട്ടാണ് അവരുടെ സെൽ വാള് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇവർ മെയിനായിട്ട് നമ്മൾ ഓർഗാനിക് മാറ്റേഴ്സിനെ അവർ എൻവയോൺമെൻറ്റിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യും അല്ലെങ്കിൽ എടുക്കും. അതായത് ദേ ആർ ഡീകമ്പോസേഴ്സ്. അവർ ഡീകമ്പോസേഴ്സ് ആണ് ഫഞ്ചൈ എന്ന് പറയുന്നത്. അതേപോലെ അവർ ചില പ്ലാന്റ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ട ഫുഡിനെ അവരെടുക്കും. അതിനെ നമുക്ക് സിംബയോട്ട്സ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ അവർ ചില ഓർഗാനിസത്തിൽ ചെന്നിട്ട് അവരെ ഇൻഫെക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ട് അഫക്റ്റ് ചെയ്യും. അങ്ങനെ വരുവാണെങ്കിൽ അവരെന്തായിരിക്കും, പാരസൈറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഫഞ്ചൈ, മഷ്റൂം, മോൾസ് ആൻഡ് ഈസ്റ്റ് ആണ് കോമൺ ആയിട്ടുള്ള ഫഞ്ചൈ എന്ന് പറയുന്നത്. ആൻഡ് അവരുടെ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസമാണ്. സെൽ വാള് കൈറ്റിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുമ്പം അവർക്കൊന്ന് ഡീകമ്പോസേഴ്സ് ആണ്, അല്ലെങ്കിൽ അവർ സിംബയോട്ടിക് ആയിട്ട് ഏതെങ്കിലും ഓർഗാനിസവുമായിട്ട് ഇരുന്ന് രണ്ടുപേർക്കും ബെനിഫിഷ്യൽ ആയിട്ടിരിക്കും. അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിനെ അഫക്റ്റ് ചെയ്തിട്ട് അവർ സർവൈവ് ചെയ്യും. അങ്ങനെ വരുവാണെങ്കിൽ അവർ പാരസൈറ്റ് ആയിരിക്കും. ആൻഡ് ദേ ഫോം ക്യാരക്ടറിസ്റ്റിക് ഫിലമെന്റ്. അവർ നമുക്ക് ഈ ഇമേജിൽ കാണുന്ന പോലെ അവർ ഫിലമെന്റ് സ്ട്രക്ചർ ആയിരിക്കും കാണിക്കുക. ഈ ഫിലമെന്റ് വെച്ചിട്ടായിരിക്കും ഇവർ ഈ ഫുഡ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഓർഗാനിക് മാറ്റേഴ്സിനെ അബ്സോർബ് ചെയ്യുന്നത്. സോ ഈ സ്ട്രക്ചറിനെയാണ് ഹൈഫേ എന്ന് വിളിക്കുക. എന്തെന്ന് വിളിക്കുക? ഹൈഫേ എന്ന് വിളിക്കും. ഈ ഹൈഫകൾ ഒന്നിച്ച് ചേരുന്നതാണ് മൈസീലിയം. അപ്പോൾ ഫഞ്ചൈയുടെ മൈസീലിയം എന്ന് പറയുന്നത് ഈ ഹൈഫേ ഒന്നിച്ച് ചേർന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് മൈസീലിയം എന്ന് പറയുന്നത്. ഇനി ഈ ഫഞ്ചൈയുടെ പ്രത്യേകത, അവരിതാണ് സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടായിരിക്കും അവരെന്ത് ചെയ്യുക, റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ജനറലായിട്ടും അവർക്ക് സ്പോർട്സിനെ റിലീസ് ചെയ്ത് ആ സ്പോർട്സ് ജെർമിനേറ്റ് ചെയ്ത് പുതിയ ഫഞ്ചൈ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതാണ് ഫഞ്ചൈയിലെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പ്രോട്ടോസോവ. പ്രോട്ടോസോവ എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആയിട്ടുള്ള എയറോബിക് യൂക്കാരിയോട്സ് ആണ്. യൂണിസെല്ലുലാർ എയറോബിക് യൂക്കാരിയോട്സ് ആണ് പ്രോട്ടോസോവൻസ് എന്ന് പറയുന്നത്. അവർക്ക് ന്യൂക്ലിയസ് ഉണ്ട്, കോംപ്ലക്സ് ഓർഗനൽസ് അവരുടെ ഉള്ളിൽ കാണും. ഒബ്റ്റെയിൻ നറിഷ്മെന്റ് ബൈ അബ്സോർബിംഗ് ഓർ ഇൻജക്ഷൻ ത്രൂ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ.
അവരെന്താ ചെയ്യുക, നമ്മൾ ഈ അമീബയിലൊക്കെ കാണുന്ന പോലെ അവരെന്ത് ചെയ്യും, എൻഗൾഫ് ചെയ്തിട്ടായിരിക്കും ഫുഡ് ഉള്ളിലേക്ക് എടുക്കുകയൊക്കെ ചെയ്യുക. ആൻഡ് ദേ മേക്ക് അപ്പ് ദ ലാർജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ഇൻ ദ വേൾഡ് ഇൻ ടേംസ് ഓഫ് നമ്പർ, ബയോമാസ് ആൻഡ് ഡൈവേഴ്സിറ്റി. ഇനി നമ്മൾ പ്രോട്ടോസോവൻ നോക്കുകയാണെങ്കിൽ അവരുടെ ലോക്കോമോഷൻ അനുസരിച്ച്, അവർക്ക് മൂവ് ചെയ്യുന്ന അനുസരിച്ച് അവരെ നമ്മൾ ഫ്ലജലേറ്റ്സ് എന്ന് ഡിവൈഡ് ചെയ്യാറുണ്ട്. ഫ്ലജലേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫ്ലജല കാണും. നേരത്തെ നമ്മൾ കണ്ടില്ലേ, ഫ്ലജല പോലത്തെ എന്തെങ്കിലും ഒരു സ്ട്രക്ചർ കാണും, അത് വെച്ചിട്ടായിരിക്കും അവർ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദേ ക്യാൻ പ്രൊഡ്യൂസ് ദെയർ ഓൺ ഫുഡ്സ്. ഓക്കെ, ഇനി സീലിയേറ്റ്സ് ഉണ്ട്. സീലിയേറ്റ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് കുഞ്ഞു കുഞ്ഞ് ഹെയർസ് അവരുടെ സർഫസിൽ കാണും, അത് യൂസ് ചെയ്തിട്ടായിരിക്കും അവരെന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. ഇനി അമീബോയിഡ് ഉണ്ട്, അവർക്ക് ഫോൾസ് ആയിട്ടുള്ള ഫീറ്റ് പോലെ കാണും. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻഗൾഫ് ചെയ്യും, ഫുഡിനെ ഉള്ളിലേക്ക് എടുത്ത് അവർ ഡൈജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. സോ ഫീഡിങ് ആൻഡ് ലോക്കോമോഷന് വേണ്ടി സ്യൂഡോപോഡിയം അല്ലെങ്കിൽ ഫോൾസ് ഫീറ്റ് ആയിരിക്കും ഈ അമീബോയിഡ്സിൽ കാണുക. ഇനി സ്പോറോസോയിൻസ് ഉണ്ട്, അവർ നോൺ മോട്ടൈൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ക്ലാസ്സസിൽ വരിക. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ജസ്റ്റ് വായിച്ചു വിട്ടാൽ മാത്രം മതി. ഇതിന് അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല കേട്ടോ. പ്രോട്ടോസോവനിൽ അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. ഇനി ഇവരുടെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവല്ലേ, ഒന്നെങ്കിൽ അവർക്ക് സിന്തസൈസ് ചെയ്യാം അല്ലേ, സോ ദേ മേ ബി ഓട്ടോട്രോഫ്സ്, അല്ലെങ്കിൽ അവർ ഫുഡ് പുറത്തുനിന്ന് എടുക്കും, സോ ഹെറ്ററോട്രോഫ്സും ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് ആൽഗെ. ആൽഗെ എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ടു മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള യൂക്യാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റും. പ്ലാന്റ്സിനെ പോലെ സൺലൈറ്റ് ട്രാപ്പ് ചെയ്തിട്ട് അവർക്ക് വേണ്ട ഫുഡ് അവർക്ക് പ്രിപ്പയർ ചെയ്യാം. ആൻഡ് ദേ ആർ സീൻ ഇൻ വാട്ടർ, ഡാം സോയിൽ, റോക്സ് ആൻഡ് ദേ ക്യാൻ പ്രൊഡ്യൂസ് ഓക്സിജൻ. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാം യൂസിങ് സൺലൈറ്റ്, അതായത് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൽഗെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, അത് സ്കിപ്പ് ചെയ്തോളൂ. നെക്സ്റ്റ് ഈസ് വൈറസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാറുണ്ട്. ഇപ്പോൾ ജസ്റ്റ് എന്താണെന്ന് മാത്രം നോക്കിക്കോളൂ. അവർ നോൺ സെല്ലുലാർ ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞ എല്ലാത്തിനകത്തും സെൽസ് വരുന്നുണ്ട് അല്ലേ, ബട്ട് ഇവർക്ക് നോൺ സെല്ലുലാർ ആണ്. അവർക്കൊരു സെൽ എന്ന് പറയാൻ ഇല്ല. അവർക്ക് ആകെ ഒരു DNA കാണും, ഒരു ജനറ്റിക് മെറ്റീരിയൽ കാണും, അതിനെ കവർ ചെയ്ത് അല്ലെങ്കിൽ സറൗണ്ട് ചെയ്തൊരു പ്രോട്ടീൻ കോട്ട് കാണും. ആ ഒരു സ്ട്രക്ചറാണ് വൈറസ് എന്ന് പറയുന്നത്. So viruses are non-cellular entities that consist of a nucleic acid core surrounded by a protein coat. അപ്പം ഈ വൈറസിനെ നമ്മൾ മൈക്രോ ഓർഗാനിസം ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ബട്ട് ദേ ആർ നോട്ട് ലിവിങ് ഓർഗാനിസം. അതായത് അവർ ഹോസ്റ്റിനുള്ളിൽ ചെന്നാൽ, ഒരു ഹോസ്റ്റിൻ്റെ ഉള്ളിലേക്ക് ചെന്നാൽ മാത്രമേ അവർ എന്തായിട്ട് മാറൂ, ലിവിങ് ആയിട്ട് മാറുള്ളൂ. അല്ലാതെ പുറമേ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹോസ്റ്റിന് വെളിയിലാണെങ്കിൽ അവർ നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ്. And virus cannot reproduce outside a host cell and cannot metabolize on their own. ഇതൊന്നും വൈറസിന് ചെയ്യാൻ പറ്റില്ല. ഹോസ്റ്റിനുള്ളിൽ ചെന്നിട്ട് ഹോസ്റ്റിൻ്റെ മെഷീനറി യൂസ് ചെയ്തിട്ടാണ് അവർ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. സോ വൈറസ് ക്യാൻ ഓൺലി റെപ്ലിക്കേറ്റ് വിത്തിൻ എ ഹോസ്റ്റ് സെൽ. അതുമല്ല, അവരെന്താണ്, ഹോസ്റ്റിൻ്റെ മെഷീനറി യൂസ് ചെയ്തിട്ടാണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വൈറസിനെ പ്രോകാരിയോട്ടെന്നോ യൂകാരിയോട്ടെന്നോ ഒന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ബട്ട് ദേ ക്യാൻ കോസ് ഇൻഫെക്ഷൻ ടു പ്രോകാരിയോട്ട് ആൻഡ് യൂകാരിയോട്ടിക് സെൽ. ഓക്കെ, പക്ഷെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോകാരിയോട്സിലായാലും യൂകാരിയോട്സിലായാലും അവർക്ക് ഇൻഫെക്ഷൻ കോസ് ചെയ്യാൻ പറ്റും. ഇനി ഇത് പ്രിയോൺസ് എന്ന് പറയും. അത് നമ്മൾ മൈക്രോ ഓർഗാനിസം ആയിട്ടും ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരെണ്ണമാണ്. ബട്ട് ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസീസ് കോസിങ് ആയതുകൊണ്ട് ദേ ആർ മിക്സ് ഫോൾഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് മാത്രമാണ്. ദേ ആർ നോട്ട് മൈക്രോ ഓർഗാനിസം, ബട്ട് അവർക്ക് ജനറ്റിക് മെറ്റീരിയൽ ഒന്നും ഇല്ല. അവർക്ക് ജസ്റ്റ് എന്താണ്, സെൽ പെർട്ടുവേറ്റിംഗ് ആയിട്ടുള്ള പ്രോട്ടീനാണ്. മിസ്ഫോൾഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് മാത്രമായിരിക്കും കാണുക. നമ്മളതിനെ മൈക്രോ ഓർഗാനിസമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാറില്ല, ബട്ട് ഞാനത് ജസ്റ്റ് നമുക്ക് ഡിസീസ് കോസിങ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തതാണ്. കാരണം ഇനി നമ്മൾ ഡിസീസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് പ്രിയോൺസ് അവിടെ വരും, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരെ നമുക്ക് ഓർഗാനിസത്തിൻ്റെ ക്ലാസ്സസിലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, ബട്ട് ദേ കോസ് സം ഇൻഫെക്ഷൻ. അതായത് അവർ ചില ഡിസീസസ് കോസ് ചെയ്യും, ലൈക്ക് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി, അതേപോലെ ക്രൂസ്ഫെൽസ് ജാക്കോബ് ഡിസീസ്, ഇതെല്ലാം കോസ് ചെയ്യുന്നത് ഈ പ്രിയോൺസ് ആണ്. അതായത് മിസ്ഫോൾഡഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ് കേട്ടോ പ്രിയോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഡിഫറെൻറ്റ് മൈക്രോ ഓർഗാനിസംസിൽ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. കുറച്ച് എക്സാമ്പിൾസ് ഉൾപ്പെടെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗാനിസം: ബാക്ടീരിയ, പ്രോട്ടോസോവൻ, ആൽഗെ, ഫഞ്ചി, ആർക്കിയുണ്ട്, പ്ലസ് വൈറസ്. അതിൽ ബാക്ടീരിയയ്ക്ക് കുറച്ച് എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്: ലാക്ടോബാസിലസ്, റൈസോബിയം, ഇതെല്ലാം ബാക്ടീരിയയിൽ വരും. പ്രോട്ടോസോവൻ ആണ് അമീബ, പാരമീസിയം. ആൽഗെ, ക്ലമൈഡോമോണസ്, പൈറോഗൈറ. ഫഞ്ചയിൽ ഈസ്റ്റ് മോൾഡ്. വൈറസിൽ നമുക്ക് കോമൺ കോൾഡ് വൈറസ്, HIV വൈറസ്, കൊറോണ വൈറസ്, ഇതെല്ലാം എന്താണ്, വൈറസിൻ്റെ അണ്ടറിൽ നമുക്ക് വരുന്നതാണ്.
അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് മെയിനായിട്ട് വന്ന എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് മൈക്രോബ്സ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. അപ്പം നിങ്ങൾ ഈ ക്ലാസ്സിൽ ജസ്റ്റ് എല്ലാത്തിലും പറഞ്ഞ അണ്ടർലൈൻ ചെയ്ത പോയിന്റ്സ് ഇല്ലേ, അത് മാത്രം ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ബാക്ടീരിയയും വൈറസും ആണ്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനും ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ബാക്ടീരിയ വൈറസ് കവർ ചെയ്യാം. ഈ ക്ലാസ്സിൽ നിന്ന് ജസ്റ്റ് ബാക്കിയുള്ളതിൻ്റെ എല്ലാം ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കി മാത്രം പോയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ അണ്ടറിൽ വരുന്നത്. ബാക്ടീരിയയും വൈറസും ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗാനിസം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനന്ന് പറഞ്ഞു ബാക്ടീരിയനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പഠിക്കാതെ പോവരുത്. സോ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ പഠിച്ചു കഴിഞ്ഞവർ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് വരാം. ഇല്ലാത്തവർ ഇപ്പം തന്നെ പോയി ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗാനിസം പഠിച്ചിട്ട് വന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് കാണിക്കാം. അപ്പോൾ നിങ്ങൾ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കൂ, പിന്നെ നമുക്ക് ആൻസർ നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ക്ലാസിഫൈഡ് അണ്ടർ എനി ഓഫ് ദ 3 ഡൊമൈൻസ് ഓഫ് ലൈഫ്? നമ്മൾ മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ഓർഗാനിസത്തിനെ നമ്മൾ 3 ഡൊമൈൻസ് ആയിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിരുന്നത് അല്ലേ? പ്രോക്യാരിയോട്ട്, ആർക്കി ആൻഡ് യൂക്കാരിയോട്ട്. ആ ഒരു ക്ലാസിഫിക്കേഷനിലായിരുന്നു നമ്മൾ പ്ലേസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ബാക്ടീരിയ, ആർക്കി ആൻഡ് യൂക്കാരിയോട്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിൽ 3ലും, അതായത് ബാക്ടീരിയമല്ല, ആർക്കിയുമല്ല, യൂക്കാരിയോട്ടിൽ വരുന്ന ആരുമല്ല, ഇതിൽ ഒന്നിലും പെടാത്ത ഒരാൾ ആരാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ക്ലാസിഫൈഡ് അണ്ടർ എനി ഓഫ് ദ 3 ഡൊമൈൻസ് ഓഫ് ലൈഫ്? ഇല്ലാത്തത് ഇതിലേതാണ്? ബാക്ടീരിയ, ആർക്കി, വൈറസ്, പ്രോട്ടോസോവൻ. ഇതിലേതാണ്? ഇറ്റ് ഈസ് വൈറസ്. വൈറസിനെ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ഈ 3 ഡൊമൈൻസിലൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നതേ ഇല്ല. ഓക്കെ അല്ലേ? അത് ഓർത്ത് വെച്ചേക്കണം. വൈറസ് ഒരു അസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസമാണ്. അവർക്ക് പുറമെ ഒരു സെല്ലുലാർ സ്ട്രക്ചേഴ്സ് ഒന്നും അവർക്കില്ല. ജസ്റ്റ് ഒരു ന്യൂക്ലിക് ആസിഡും അതിനെ കവർ ചെയ്ത് ഒരു പ്രോട്ടീൻ കോട്ടിങ് മാത്രമാണ് കാണുക. ഓക്കെ, സോ വൈറസ് ഇസ് ദ ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് domain of life includes microorganisms that can survive in extreme environment? എക്സ്ട്രീം എൻവയൺമെൻറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന മൈക്രോബ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡൊമൈൻ ഇതിൽ ഏതാണ്? എക്സ്ട്രീം എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ എക്സ്ട്രീമോഫൈറ്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് എക്സ്ട്രീം എൻവയൺമെൻറ്റ്സിൽ സർവൈവ് ചെയ്യുന്ന ഓർഗാനിസംസ് ഇതിൽ ഏതിനകത്താണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ബാക്ടീരിയ, ആർക്കി, യൂക്കാരിയോട്ട്, വൈറസസ്. ഇതിലാണ് വരിക. എക്സ്ട്രീം എൻവയൺമെൻറ്റിൽ സർവൈവ് ചെയ്യുന്നത് കൂടുതലും കാണുന്നത് എവിടെയാണ്? നമ്മൾ ആർക്കിയിലാണ് അല്ലേ? ആർക്കി ബാക്ടീരിയയിലാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് ബാക്ടീരിയ? ബാക്ടീരിയ റിലേറ്റ് ചെയ്തിട്ട് ട്രൂ ആയിട്ടുള്ള, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതാണ്? ദേ ആർ യൂക്കാരിയോട്ടിക് ഓർഗാനിസം, ദേ റീപ്രൊഡ്യൂസ് ബൈ മൈറ്റോസിസ്, ദേ ഹാവ് എ പെപ്റ്റിഡോഗ്ലൈക്കൻ സെൽ വാൾ, ദേ ഹാവ് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നുകൂടെ ഒന്ന് നോക്കിക്കേ. ദേ ആർ യൂക്കാരിയോട്ടിക് ഓർഗാനിസം, അവർ യൂക്കാരിയോട്ടിക് ഓർഗാനിസം ആണെന്നാണ് പറഞ്ഞത്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണല്ലേ? ദേ ആർ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസം, പ്രോക്യാരിയോട്ടിക് ആണ്. ദേ റീപ്രൊഡ്യൂസ് ബൈ മൈറ്റോസിസ്, മൈറ്റോട്ടിക് ഡിവിഷൻ വഴിയാണ് അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. മെയിനായിട്ടും ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈനറി ഫിഷൻ വഴിയാണ് അല്ലേ? സോ ആ ഒരു സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ദേ ഹാവ് എ പെപ്റ്റിഡോഗ്ലൈക്കൻ സെൽ വാൾ, അവർക്ക് പെപ്റ്റിഡോഗ്ലൈക്കൻ സെൽ വാൾ ഉണ്ട്. കറക്റ്റ് ആണല്ലേ? പെപ്റ്റിഡോഗ്ലൈക്കൻ സെൽ വാൾ ആണ് അവർക്ക് വരുന്നത്. ആൻഡ് ദേ ഹാവ് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. ആണോ? പ്രോക്യാരിയോട്ടിക് അല്ലേ? അപ്പോൾ അവർക്ക് എന്ത് കാണില്ല? വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഉണ്ടാവില്ല. ന്യൂക്ലിക് ആസിഡ് ജസ്റ്റ് ഇങ്ങനെ സെല്ലിനുള്ളിൽ കിടക്കുകയാണ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിലെ കറക്റ്റ് ആൻസർ ട്രൂ അബൌട്ട് ബാക്ടീരിയ ഏതാണ്? ദേ ഹാവ് എ പെപ്റ്റിഡോഗ്ലൈക്കൻ സെൽ വാൾ. അവരുടെ സെൽ വാള് പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, വിച്ച് ബാക്ടീരിയൽ ഷേപ്പ് ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് റോഡ് ഷേപ്ഡ്? അപ്പോൾ റോഡ് ഷേപ്പിൽ ഇരിക്കുന്നത് ഇതിൽ ഏത് ബാക്ടീരിയ ആണ്? റോഡ് ഷേപ്പ് ഈ സ്ട്രക്ചറിൽ വരുന്നത് ഇതിൽ ഏത് ബാക്ടീരിയക്കാണ്? കോക്കസ്, ബാസിലസ്, വിബ്രിയോ, സ്പൈറില്ല. ഏതിലാണ് അത് ഇൻക്ലൂഡ് ചെയ്യുക? റോഡ് ഷേപ്ഡ് ബാക്ടീരിയനെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇതിൽ ഏതിലാണ്? കോക്കസ് ആണോ, ബാസിലസ് ആണോ, വിബ്രിയോ ആണോ, സ്പൈറില ആണോ? കോക്കസ് എന്ന് പറയുമ്പം സ്ഫെറിക്കൽ ഷേപ്പ് ആണല്ലേ അവർ കാണിക്കുക. ബാസിലസ് റോഡ് ഷേപ്പ് ആണ്. വിബ്രിയോ എന്താണ്? ഒരു കോമ ഷേപ്പ് ആയിട്ടാണ് അവർ കാണുക. കോമ ഷേപ്പ് ആയിട്ടാണ് കാണുന്നത്. സ്പൈറില്ല സ്ഫെറിക്കൽ ഷേപ്പ്, സ്പ്രിങ് പോലാണ് അവർ കാണുന്നത്. ഒരു ഹെലിക്കൽ ഷേപ്പിലാണ് അവർ കാണുന്നത്. ഓക്കെ, അപ്പോൾ
ഷേപ്പുകൾ കണ്ടല്ലോ, കോക്കസ്, ബാസിലൈ, വിബ്രിയോ ആൻഡ് സ്പൈറല. അപ്പോൾ റോഡ് ഷേപ്ഡ് എന്ന് പറയുമ്പോൾ ദാണ്ടേ ബാസിലസ്. ബാസിലസ് ആണ് റോഡ് ഷേപ്ഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയ ഏതാണ്? ബാസിലസ് ആണ്. The extracircular DNA present in some bacteria which provides advantages like antibiotic resistant. അപ്പോൾ ബാക്ടീരിയയിൽ എക്സ്ട്രാ സർക്കുലർ ആയിട്ടുള്ളൊരു DNA കാണും. അതായത് അവരുടെ ജനറ്റിക് മെറ്റീരിയലിന് പുറമെ അവർക്കൊരു സർക്കുലർ DNA കൂടെ അവരുടെ സൈറ്റോപ്ലാസത്തിൽ കാണും. ആൻഡ് ദാറ്റ് DNA അവർക്ക് എന്ത് കൊടുക്കും? ചില അഡ്വാൻറ്റേജസ് കൊടുക്കും, ലൈക്ക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ഓക്കെ, ആ DNA നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ദേ ആർ സർക്കുലർ DNA ആണ്. സർക്കുലർ DNA ആണെന്ന് ഓർത്ത് വെച്ചേക്കാം. ആൻഡ് അവരെന്താണ്? ചില ബാക്ടീരിയയ്ക്ക് ചില പെക്യുലാരിറ്റീസ് കൊടുക്കുന്നത് ഈ സർക്കുലർ DNA ആണ്. സോ അതേതാണ്? അതിൽ ഒരു എക്സാമ്പിൾ ആയിരുന്നു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഇതിനെ നമ്മൾ ഈ വിളിക്കുന്ന സ്ട്രക്ചർ എന്താണ്? ന്യൂക്ലിയസ് ആണോ, പ്ലാസ്മിഡ് ആണോ, റൈബോസോം ആണോ, മൈറ്റോകോൺട്രിയ ആണോ? ഏതാണ് ഈ ഒരു എക്സ്ട്രാ സെല്ലുലാർ സർക്കുലർ DNA നമ്മൾ വിളിക്കുന്ന പേര്? ഇറ്റ് ഈസ് പ്ലാസ്മിഡ്. അത് പ്ലാസ്മിഡ് ആണ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാസ്മിഡ് എന്താണ് എന്നുള്ളത് പഠിച്ചു വെച്ചേക്കാം. ആൻഡ് പ്ലാസ്മിഡിൻ്റെ ഫംഗ്ഷൻ വെച്ചിട്ടും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും. സോ ഫംഗ്ഷനും കൂടെ ഒന്ന് നോക്കി വെച്ചോളൂ. Next one, bacteria that can survive in both aerobic and anaerobic environments are called dash. എയറോബിക് എൻവയൺമെൻറ്റിലും അനേറോബിക് എൻവയൺമെൻറ്റിലും ഒരേപോലെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഒബ്ലിഗേറ്റ് എയറോബ്സ്, ഒബ്ലിഗേറ്റ് അനേറോബ്സ്, ഫാക്കൽറ്റേറ്റീവ് അനേറോബ്, മൈക്രോ എയറോഫിൽസ്. അപ്പം ഇത് ഏതാന്ന് പറയാമോ? അനേറോബിക് ആൻഡ് എയറോബിക് കണ്ടീഷൻസിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർവൈവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉള്ളവരെ ഏതാണ്? ഒബ്ലിഗേറ്റ് എയറോബ് എന്ന് പറയുമ്പോൾ നമ്മൾ എയറോബിക് കണ്ടീഷനിൽ അല്ലെങ്കിൽ ഓക്സിജന്റെ പ്രസൻസിലാണ് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുക. ഇത് പറ്റുന്നത്. ഒബ്ലിഗേറ്റ് അനേറോബ് എന്ന് പറയുമ്പോൾ അനേറോബിക് കണ്ടീഷനിലായിരിക്കും അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുക. ഫാക്കൽറ്റേറ്റീവ് അനേറോബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ക്യാൻ സർവൈവ് ഇൻ ബോത്ത് എയറോബിക് ആൻഡ് അനേറോബിക് കണ്ടീഷൻ. അതായത് ഓക്സിജന്റെ പ്രസൻസിലും ഓക്സിജന്റെ ആബ്സെൻസിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർവൈവ് ചെയ്യാൻ പറ്റും. മൈക്രോ എയറോഫൈൽസ് എന്ന് പറയുന്നത് ലോ ഓക്സിജൻ കോൺസെൻട്രേഷനിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നവരാണ് മൈക്രോ എയറോഫൈൽസ് എന്ന് പറയുന്നത്. സോ കറക്റ്റ് ആൻസർ ഈസ് ഫാക്കൽറ്റേറ്റീവ് അനേറോബ്സ്. ഇത് ലോ ഓക്സിജൻ ആണ് കേട്ടോ. നമുക്ക് പിന്നീട് പഠിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാക്ടീരിയൽ യൂസ് ഡീക്കേയിങ് ഓർഗാനിക് മെറ്റീരിയൽ ആസ് ദെയർ എനർജി സോഴ്സ്? ഇപ്പം ഡീക്കേയിങ് ഓർഗാനിക് മെറ്റീരിയലിനെ അവരുടെ എനർജി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ബാക്ടീരിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഡീക്കേയിങ് ഓർഗാനിക് മെറ്റീരിയലിൽ ഓട്ടോട്രോഫ്സ്, സാപ്രോഫൈറ്റ്സ്, ഹാലോഫൈൽസ്, മെത്തനോജൻസ്. ഓട്ടോട്രോഫ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അവർക്ക് അവരുടേതായ ഫുഡിനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിന്തസൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഓട്ടോട്രോഫ്സ് എന്ന് വിളിക്കുക. സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡെഡ് ഡീകേ മാറ്റേഴ്സിൽ നിന്ന് എനർജി എടുക്കുന്നവരാണ് സാപ്രോഫൈറ്റ്സ്. സോ കറക്റ്റ് ആൻസർ സാപ്രോഫൈറ്റ്സ് വരും. ഹാലോഫൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? സലൈൻ കണ്ടീഷനിൽ, സോൾട്ട് കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോബ്സിനെയാണ് നമ്മൾ ഹാലോഫൈൽസ് എന്ന് വിളിക്കുക. മെത്തനോജൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മീഥേൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതും മാർഷ് അങ്ങനത്തെ ഏരിയാസിൽ സർവൈവ് ചെയ്യുന്നതുമായിട്ടുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ മെത്തനോജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഏതാണ്? ഡീക്കേയിങ് ഓർഗാനിക് മെറ്റീരിയൽ എനർജി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സാപ്രോഫൈറ്റ്സ്. സാപ്രോഫൈറ്റ്സ് ആണ് ആൻസർ വരിക. ഓക്കെ, ഇതെല്ലാത്തിൻ്റെയും നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് എല്ലാത്തിൻ്റെയും ഡെഫിനിഷൻ എന്താണ് ഹാലോഫൈറ്റ്സ്, എന്താണ് മെത്തനോജൻസ്, എന്താണ് ഓട്ടോട്രോഫ്സ് എന്നുള്ളത് നോക്കി വെച്ചേക്കൂ. കാരണം പരീക്ഷയ്ക്ക് മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് അങ്ങനെ ആയിരുന്നു ചോദിച്ചിട്ടുള്ളത്. ഡെഫിനിഷൻ തന്നിട്ട് ഇത് ഏതാണ് എന്ന രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിച്ച എല്ലാത്തിൻ്റെയും ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ആ ടേം എന്താണെന്നുള്ളത് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, Bacteria are classified as gram-positive or gram-negative based on their dash. ബാക്ടീരിയനെ നമ്മൾ ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് എന്തിൻ്റെ ബേസിസിലാണ് ഈ ഗ്രാം നെഗറ്റീവ് ആൻഡ് ഗ്രാം പോസിറ്റീവ് എന്ന് പറയുന്നത്? ഷേപ്പ്, സെൽ വാൾ, ഓക്സിജൻ റിക്വയർമെൻറ്റ്, മോട്ടിലിറ്റി. എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് എന്ന് പറയുന്നത്? അതായത് ഗ്രാം സ്റ്റെയിനിങ് നടത്തുന്ന സമയത്ത് അതൊരു പർപ്പിൾ കളർ ആണെങ്കിൽ അത് ഗ്രാം പോസിറ്റീവ് ആയിരിക്കും. സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് പർപ്പിൾ കളറാണ് തരുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഗ്രാം പോസിറ്റീവ്. പർപ്പിൾ ഓർ ബ്ലൂ കളർ, ആ ഒരു വയലറ്റ് പർപ്പിൾ കളർ തരുന്നതാണ് ഗ്രാം പോസിറ്റീവ്. പിങ്ക് ഓർ റെഡ് ഷെയ്ഡ് വരുന്നവരാണ് ഗ്രാം നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ അത് എന്തിൻ്റെ ബേസിസിലായിരുന്നു? ദെയർ
സെൽ വാൾ കോമ്പോസിഷൻ. അപ്പോൾ സെൽ വാൾ സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ഗ്രാം നെഗറ്റീവ് ആൻഡ് ഗ്രാം പോസിറ്റീവ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗ്രാം സ്റ്റെയിനിങ്. ഏതാണ്? ഗ്രാംസ് സ്റ്റെയിനിങ്. ഓക്കെ, ഗ്രാം സ്റ്റെയിനിങ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിഫറൻസിയേഷൻ നടത്തുന്നത് കേട്ടോ. ഗ്രാം പോസിറ്റീവിനെയും ഗ്രാം നെഗറ്റീവിനെയും ഗ്രാംസ് സ്റ്റെയിനിങ്. ഓക്കെ, അപ്പോൾ അത് സെൽ വാൾ സ്ട്രക്ചറിൽ വരുന്ന ഡിഫറൻസ് കാരണമാണ് ഇങ്ങനെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ സെൽ വാൾ സ്ട്രക്ചർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആർക്കി? ആർക്കിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത്. നോട്ട് ഇങ്ങനെ വരുന്നത് തെറ്റിപ്പോവരുത്. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് തന്നെ ഇത് മാർക്ക് ചെയ്യുക. ട്രൂ ആണോ, കറക്റ്റ് ആണോ, ഇൻകറക്റ്റ് ആണോ, നോട്ടാണോ, അതൊന്ന് ജസ്റ്റ് ഇതേപോലെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നോട്ടാണ്. അപ്പോൾ നമ്മളെ മൈൻഡിൽ ഫോക്കസ് അത് കിട്ടും, നോട്ട് നോട്ട് എന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ വായിക്കുമ്പോൾ നമുക്ക് നോട്ട് തന്നെ എടുക്കും. ചിലർക്ക് ചിലപ്പോൾ പറ്റുന്ന മിസ്റ്റേക്കാണ് ആൻസർ ചെയ്യുമ്പം ചിലപ്പോൾ ഈ നോട്ട് എന്നുള്ളത് അങ്ങ് വിട്ടുപോകും, ക്യാരക്ടർ എടുത്ത് ചിലപ്പോൾ അങ്ങ് കുത്തും. അപ്പം കാരണം നമ്മൾ എന്തായാലും എക്സാമിൽ ഇരിക്കുമ്പോൾ നമ്മൾ കുറച്ചൊരു പ്രഷേർഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത് അല്ലേ, ഒരു കുറച്ച് ടെൻസ്ഡ് ഒക്കെ ആയിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ഇങ്ങനത്തെ മിസ്റ്റേക്സ് നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഐഡിയ വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് ട്രിക്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാവുന്ന മിസ്റ്റേക്സ് ഒക്കെ മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പം ഈ നോട്ട്, കറക്റ്റ്, ഇൻകറക്റ്റ് എന്നൊക്കെ ഉള്ളത് അപ്പം തന്നെ അങ്ങ് മാർക്ക് ചെയ്തിട്ട് ഓപ്ഷൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇവിടെ നോട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആർക്കി, നോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. Lack of peptidoglycan in the cell wall, ability to survive in extreme environment, presence of a nucleus, prokaryotic nature. അപ്പം ആർക്കിയുടെ ഒരു ഫീച്ചർ അല്ലാത്തത്, നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലാത്തതാണ് ചോദിച്ചത്. അപ്പം നമുക്ക് നോക്കാം. ലാക്ക് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൺ ഇൻ സെൽ വാൾ. സെൽ വാളിൽ പെപ്റ്റിഡോഗ്ലൈക്കൺ ഇല്ല, അത് കറക്റ്റാണ് അല്ലേ. അവർക്ക് ബാക്ടീരിയ പോലെ, ട്രൂ ബാക്ടീരിയ പോലെ അവർക്ക് എന്തില്ല, പെപ്റ്റിഡോഗ്ലൈക്കൺ വരുന്നില്ല. അപ്പോൾ അത് കറക്റ്റാണ്. എബിലിറ്റി ടു സർവൈവ് ഇൻ എക്സ്ട്രീം എൻവയൺമെന്റ്. എക്സ്ട്രീം എൻവയൺമെന്റിനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർവൈവ് ചെയ്യാൻ പറ്റും. പ്രസൻസ് ഓഫ് എ ന്യൂക്ലിയസ്. അവർക്ക് ഒരു ന്യൂക്ലിയസ്, ഒരു പ്രിഡോമിനന്റ് ന്യൂക്ലിയസ് ഉണ്ട്. ഉണ്ടോ? ഇല്ല അല്ലേ. സോ അവർ പ്രോക്യാരിയോട്ടിക് ആണ്. പ്രോക്യാരിയോട്ടിക് ആണ്. അപ്പോൾ അവർക്ക് എന്ത് കാണില്ല, ഒരു പ്രിഡോമിനന്റ് ന്യൂക്ലിയസ് അവർക്ക് ഉണ്ടാവില്ല. സോ അതാണ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന പ്രസൻസ് ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അവർക്ക് ഇല്ല. ഓക്കെ, അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. Archaea that survive in high salt concentration are known as dash. ഹൈ സോൾട്ട് കോൺസെൻട്രേഷനിൽ സർവൈവ് ചെയ്യുന്ന ആർക്കി ബാക്ടീരിയ അല്ലെങ്കിൽ ആർക്കിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഇപ്പം ആർക്കി മാത്രമല്ല, നമ്മൾ ബാക്ടീരിയയിലും ചിലരൊക്കെ എന്ത് കാണിക്കാറുണ്ട്, ഈ ഹൈ സോൾട്ട് കോൺസെൻട്രേഷനിൽ കാണിക്കും. അപ്പോൾ ചിലപ്പോൾ ജനറൽ ആയിട്ട് അങ്ങനെ ചോദിക്കാം, ഹൈ സോൾട്ട് കോൺസെൻട്രേഷനിൽ സർവൈവ് ചെയ്യുന്ന ഓർഗാനിസത്തിനെ വിളിക്കുന്ന പേര് ഇതിലേതാണ്? ഓക്കെ, അപ്പോൾ നോക്കിക്കുക എന്തൊക്കെയാണ്. മെത്തനോജൻസ്, ഹാലോഫൈൽസ്, തെർമോഫൈൽ, സൈക്രോഫൈൽസ്. ഇതിലേതാണ് വരിക? ഹൈ സോൾട്ട് കോൺസെൻട്രേഷനിൽ സർവൈവ് ചെയ്യുന്നവരെ നമ്മൾ കുറച്ച് മുമ്പ് അത് പറഞ്ഞതേ ഉള്ളൂ അല്ലേ. അതേതാണ്? ഇറ്റ് ഇസ് ഹാലോഫൈൽസ്. ഹാലോഫൈൽസ് ആണ് ഹൈ സോൾട്ട് കോൺസെൻട്രേഷനിൽ സർവൈവ് ചെയ്യുന്നത്. ഹൈ സോൾട്ട് കോൺസെൻട്രേഷനിൽ വരുന്നവരെയാണ് ഹാലോഫൈൽസ് എന്ന് വിളിക്കുന്നത്. വാട്ട് ടൈപ്പ് ഓഫ് എനർജി സോഴ്സ് ഈസ് യൂസ്ഡ് ബൈ മെത്തനോജൻസ്? മെത്തനോജൻസ് യൂസ് ചെയ്യുന്ന എനർജി സോഴ്സ് ഇതിലേതാണ്? ഹൈഡ്രജൻ ഗ്യാസ്, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ മോണോക്സൈഡ്. എന്താണ് അവർ എനർജി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? മെത്തനോജൻസ് യൂസ് ചെയ്യുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ് കേട്ടോ. ഹൈഡ്രജൻ ഗ്യാസ് ആണ് അവർ എനർജി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഹൈഡ്രജൻ ഗ്യാസ്. Which of the following archaea thrive in extremely high temperature? എക്സ്ട്രീംലി ഹൈ ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യുന്ന ആർക്കിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇതിലേതാണ്? ഹാലോഫൈൽസ്, തെർമോഫൈൽസ്, സൈക്രോഫൈൽസ്, മെത്തനോജൻസ്. ഏതാണ്? എക്സ്ട്രീംലി ഹൈ ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യുന്നവരെ നമ്മൾ വിളിക്കുന്ന പേര് ഏതാണ്? ഇറ്റ് ഇസ്, പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുമല്ലേ, ഇറ്റ് ഇസ് തെർമോഫൈൽസ്. തെർമോഫൈൽസ് ആണ് ഹൈ ടെമ്പറേച്ചർ, ഹൈ സോൾട്ട്, ലോ ടെമ്പറേച്ചർ, മീഥെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാർഷി ഏരിയാസിൽ സർവൈവ് ചെയ്യുന്നവരാണ് മെത്തനോജൻസ്. ഓക്കെ അല്ലേ? സോ halophiles high salt concentration, thermophiles high temperature, psychrophiles low temperature, methanogens they produce methane and they survive in marshy areas. Okay, clear? അപ്പോൾ ഇതിന്റെ ആൻസർ ഏതാണ്? ഹൈ ടെമ്പറേച്ചറിൽ വരുന്നത് തെർമോഫൈൽസ് ആണ്. The pigment used by some archaea to absorb sunlight and generate ATP is dash. സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി അതുവഴി ATP പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആർക്കി യൂസ് ചെയ്യുന്ന പിഗ്മെന്റ് ഇതിലേതാണ്? ക്ലോറോഫിൽ, ഫൈക്കോസയനിൻ, ബാക്ടീരിയോറോഡോപ്സിൻ, മയോഗ്ലോബിൻ.
ഏത് പിഗ്മെന്റ് യൂസ് ചെയ്തിട്ടാണ് ആർക്കി ബാക്ടീരിയ സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്ത് ATP ജനറേറ്റ് ചെയ്യുന്നത്? ഏതാണ്? ഇറ്റ് ഈസ് ബാക്ടീരിയോ റോഡോപ്സിൻ ആണ്. ബാക്ടീരിയോ റോഡോപ്സിൻ യൂസ് ചെയ്തിട്ടാണ് അവർ സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മൈക്രോ ഓർഗാനിസം ഈസ് യൂക്യാരിയോട്ടിക്? ഈ തന്നിരിക്കുന്നതിൽ യൂക്യാരിയോട്ടിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ഏതാണ്? ബാക്ടീരിയ, ആർക്കി, പ്രോട്ടോസോവ, വൈറസ്. ഏതാണ് യൂക്യാരിയോട്ടിക് ആയിട്ടുള്ളത്? യൂക്യാരിയോട്ടിക് ആയിട്ടുള്ളത് ഇതിലേതാണ്? ഏതാണ് വരിക? ബാക്ടീരിയ ആണോ, ആർക്കി ആണോ, പ്രോട്ടോസോവൻ ആണോ, അതേപോലെ വൈറസ് ആണോ? ബാക്ടീരിയയും ആർക്കിയും പ്രോക്യാരിയോട്ടിക് ആണ്. വൈറസിനെ നമ്മൾ ഇതിനകത്തൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് പ്രോട്ടോസോവ. പ്രോട്ടോസോവ, ഫഞ്ചൈ, ആൽഗെ ഇതൊക്കെയാണ് യൂക്യാരിയോട്ട് ആയിട്ട് നമുക്ക് വരുന്നത്. വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ബൈ ബാക്ടീരിയ ടു റീപ്രൊഡ്യൂസ്? ഇതിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് മെയിൻ ആയിട്ടും ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? മെയിൻലി ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്? ബൈനറി ഫിഷൻ, മൈറ്റോസിസ്, മിയോസിസ്, കോൺജുഗേഷൻ. ഇതിൽ ഏത് പ്രോസസ്സ് യൂസ് ചെയ്തിട്ടാണ് മെയിൻലി ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? വിച്ച് മെത്തേഡ് ഈസ് മെയിൻലി യൂസ്ഡ് ബൈ എന്നാക്കിക്കോളൂ കേട്ടോ. മെയിൻലി യൂസ്ഡ് ബൈ ബാക്ടീരിയ ടു റീപ്രൊഡ്യൂസ് ഏതായിരിക്കും? അല്ലെങ്കിൽ കോമൺലി യൂസ് ചെയ്യുന്നത് ഇതിലേതാണ്? ബൈനറി ആണോ, ബൈനറി ഫിഷൻ ആണോ, മൈറ്റോസിസ് ആണോ, മിയോസിസ് ആണോ, കോൺജുഗേഷൻ ആണോ? ഇറ്റ് ഈസ് ബൈനറി ഫിഷൻ. അതായത് ഒരു സെല്ല് രണ്ടായിട്ട് മാറി രണ്ട് ഡോട്ടർ സെൽസ് ആയിട്ട് മാറും. അതാണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. സോ അതാണ് മൈക്രോബ്, അതായത് ബാക്ടീരിയയുടെ റീപ്രൊഡ്യൂസിങ് മെക്കാനിസം. ഓക്കെ, ചില ബാക്ടീരിയാസ് ഈ കോൺജുഗേഷൻ കാണിക്കാറുണ്ട് കേട്ടോ. ചില ബാക്ടീരിയാസ് കോൺജുഗേഷൻ കാണിക്കാറുണ്ട്. ബട്ട് എല്ലാ ബാക്ടീരിയയും മെയിനായിട്ടും റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈനറി ഫിഷൻ വഴിയാണ്. വിച്ച് മൈക്രോ ഓർഗാനിസം ഹാസ് എ ക്യാരക്ടറിസ്റ്റിക് കർവ്ഡ് ഷേപ്പ്? ഒരു കർവി ആയിട്ടുള്ള ഷേപ്പ് കിട്ടുന്നത് ഏതിനാണ്? കർവായിട്ട് കോമ ഷേപ്പ് വരുന്നത് ഇതിലേതാണ്? ബാസിലൈ, കോക്കസ്, സ്പൈറില്ല, വിബ്രിയോ. ഏതാണ് വരിക? ബാസിലൈ ഇറ്റ് ഇസ് റോഡ് ഷേപ്പ്, കോക്കസ് റൗണ്ട് ഷേപ്പ്, സ്പൈറില്ല ഹെലിക്കൽ ഷേപ്പ്, വിബ്രിയോ കർവ് അല്ലെങ്കിൽ കോമ ഷേപ്പ്. സോ ആൻസർ ഇറ്റ് ഈസ് വിബ്രിയോ. വിബ്രിയോ ആണ് ആ കർവ്ഡ് അല്ലെങ്കിൽ കോമ ഷേപ്പ് വരുന്നത്. കർവ്ഡ് അല്ലെങ്കിൽ കോമ ഷേപ്പ് എന്ന് ചോദിക്കാം കേട്ടോ. കോമ ഓർ കർവ്ഡ്. What is the composition of the fungal cell wall? ഫംഗൽ സെൽ വാൾ, അതായത് ഫംഗസിന്റെ സെൽ വാളിന്റെ കമ്പോണന്റ് ഏതാണ്? സെല്ലുലോസ്, കൈറ്റിൻ, പെപ്റ്റിഡോഗ്ലൈക്കൻ, ലിപ്പോപോളിസാക്രൈഡ്. സെല്ലോസ് ആണോ, കൈറ്റിൻ ആണോ, പെപ്റ്റിഡോഗ്ലൈക്കൻ ആണോ, ലിപ്പോപോളിസാക്രൈഡ് ആണോ? ഏതാണ് ഫംഗൽ സെൽ വാളിന്റെ കമ്പോസിഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് കൈറ്റിൻ. കൈറ്റിൻ ആണ് കേട്ടോ വരിക, കൈറ്റിൻ. ഓക്കെ, അത് ഓർത്തിച്ചേക്കുക, കൈറ്റിൻ ആണ് വരുന്നത്. What is the name of filamentous structure ദാറ്റ് ഫഞ്ചൈ ഫോം? ഫംഗസ് ഫോം ചെയ്യുന്ന ഫിലമെന്റസ് സ്ട്രക്ചർ ഏതാണ്? അതിന് കൊടുക്കുന്ന ആ ഒരു നീണ്ട ഫിലമെന്റസ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഫഞ്ചൈയിൽ കാണില്ലേ? അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? മൈസീലിയം, ഹൈഫേ, സീലിയ, ഫ്ലജല. അതേതാണ്? ഫഞ്ചൈയുടെ ആ ഫിലമെന്റസ് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഹൈഫേ. ഹൈഫേ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്ന പേര്. ഹൈഫേ ഒന്നിച്ച് ചേർന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? മൈസീലിയം കിട്ടുന്നത്. ഓക്കെ, ഹൗ ഡു ഫഞ്ചൈ ഒബ്റ്റെയിൻ ന്യൂട്രിയൻസ്? ന്യൂട്രിയൻസ് എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? അപ്പോൾ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ ഫഞ്ചൈ ആണ് ചോദിച്ചിരിക്കുന്നത്. ത്രൂ ഫോട്ടോസിന്തസിസ്, ബൈ അബ്സോർബിംഗ് ഓർഗാനിക് മാറ്റർ ഫ്രം ദ എൻവയൺമെന്റ്, ബൈ ഡയറക്റ്റ് ഇൻജക്ഷൻ, ത്രൂ ആക്റ്റീവ് മൂവ്മെന്റ്. ഫഞ്ചൈ എങ്ങനെയാണ് ന്യൂട്രിയൻസ് ഒബ്റ്റെയിൻ ചെയ്യാം? ഇറ്റ് ഈസ് ബൈ അബ്സോർബിംഗ് ഓർഗാനിക് മാറ്റേഴ്സ് ഫ്രം ദ എൻവയൺമെന്റ്. ഒരു സറൗണ്ടിങ് അല്ലെങ്കിൽ എൻവയൺമെന്റിൽ നിന്ന് ഓർഗാനിക് മാറ്റേഴ്സ് അവരെന്ത് ചെയ്യാണ്? അബ്സോർബ് ചെയ്തിട്ടാണ് എടുക്കുക. വാട്ട് ഈസ് ദ കളക്ഷൻ ഓഫ് ഫംഗൽ ഹൈഫേ കോൾഡ്? ഫംഗൽ ഹൈഫയുടെ ആ ഒരു കളക്ഷനെ അല്ലെങ്കിൽ അതെല്ലാം കൂടി ചേർന്നിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു സ്ട്രക്ചർ, ഹൈഫെ കമ്പൈൻ ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു സ്ട്രക്ചർ ഏതാണ്? മൈസീലിയം, സ്പൊറാഞ്ചിയം, സിസ്റ്റ്, കൊണീഡിയ. ഇറ്റ് ഇസ് മൈസീലിയം. ഹൈഫെ ഒന്നിച്ച് ചേർന്നിട്ടാണ് നമുക്ക് മൈസീലിയം കിട്ടുന്നത്. വാട്ട് ഈസ് ദ പ്രൈമറി മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ പ്രോട്ടോസോവൻ? പ്രോട്ടോസോവയിലെ പ്രൈമറി മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇതിലേതാണ്? ഫോട്ടോസിന്തസിസ്, അബ്സോർപ്ഷൻ ഓർ ഇൻജക്ഷൻ, കീമോസിന്തസിസ്, പാരസൈറ്റിസം ഒള്ളി. ഏതാണ് കാണിക്കുക? പ്രോട്ടോസോവൻസ് പാരസൈറ്റിസം കാണിക്കാറുണ്ട്, ബട്ട് പാരസൈറ്റിസം ഒള്ളി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഇസ് അബ്സോർപ്ഷൻ ഓർ ഇൻജക്ഷൻ ആണ്. അവർ എൻഗൾഫ് ചെയ്തൊക്കെയാണ് ഫുഡ് എടുക്കുന്നത്. സോ അബ്സോർപ്ഷൻ ഓർ ഇൻജക്ഷൻ ആണ് അവർ ചെയ്യുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മോഡ് ഓഫ് ലോക്കോമോഷൻ ഇൻ പ്രോട്ടോസോവൻ? പ്രോട്ടോസോവനിൽ ഒരു മോഡ് ഓഫ് ലോക്കോമോഷൻ അല്ലാത്തത് ഇതിൽ ഏതാണ്? ഫ്ലജല, സീലിയ, സ്യൂഡോപോഡിയ, സ്പൈക്യൂൾസ്. ഈ തന്നിരിക്കുന്നതിൽ ലോക്കോമോഷന്റെ ഒരു മോഡ് അല്ലാത്തത് ഫ്ലജല, സീലിയ, സ്യൂഡോപോഡിയ, സ്പൈക്യൂൾസ്. ഇതിലേതാണ് വരിക? ഇറ്റ് ഇസ് ഫ്ലജലയും സീലിയേറ്റ്സും സ്യൂഡോപോഡിയ ഒക്കെ വരുന്നുണ്ട്, സ്പൈക്യൂൾസ് ഇല്ല.
ഓക്കെ, സ്പൈക്യൂൾസ് അല്ല. വിച്ച് സ്ട്രക്ചർ അലോ അമീബോയിഡ് പ്രോട്ടോസോവൻ ടു മൂവ് ആൻഡ് ഫീഡ്? അമീബോയിഡ് പ്രോട്ടോസോവൻസിൽ അവരുടെ ഫുഡ് എടുക്കാനും അവർക്ക് മൂവ് ചെയ്യാനും ഏത് സ്ട്രക്ചറാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്? സീലിയ, ഫ്ലജല, സ്യൂഡോപോഡിയ, സ്പോർസ്. അമീബോയിഡ് പ്രോട്ടോസോവൻസ്, അമീബയുടെ കാര്യം ഓർത്താൽ മതി, അതേതാണ്? ഇറ്റ് ഈസ് സ്യൂഡോപോഡിയ. സ്യൂഡോപോഡിയ യൂസ് ചെയ്തിട്ടാണ് അവർ മൂവ് ചെയ്യുന്നതും ഫാൾസ് ഫുഡ് എന്ന് പറയും അതിനെ. ഫുഡ് എൻഗൾഫ് ചെയ്യുന്നതും ഈ സ്യൂഡോപോഡിയം യൂസ് ചെയ്തിട്ടാണ്. വാട്ട് ഈസ് ദ മെയിൻ കോമ്പോസിഷൻ ഓഫ് പ്രോട്ടോസോവൻ സെൽ വാൾ? പ്രോട്ടോസോവൻ സെൽ വാളിന്റെ മെയിൻ കോമ്പോസിഷൻ ഇതിൽ ഏതാണ്? പ്രോട്ടോസോവൻ സെൽ വാൾ ആണ്. കൈറ്റിൻ, പെപ്റ്റിഡോഗ്ലൈക്കൻ, സെല്ലുലോസ്, ദേ ലാക്ക് എ സെൽ വാൾ. പ്രോട്ടോസോവനിൽ എന്താ വരിക? അവർക്ക് സെൽ വോള് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ അവർക്ക് ഉണ്ടാവില്ല കേട്ടോ. അവർക്ക് സെൽ വോൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അവർക്ക് ഇല്ല. അതായത് എടുത്തു പറയാനായിട്ട് നമ്മൾ സാധാ ഇപ്പോൾ പ്ലാന്റിൽ കാണുന്ന പോലെയും ബാക്ടീരിയയിൽ കാണുന്ന പോലെയും അവർക്ക് എന്തുണ്ടാവില്ല? ഒരു സെൽ വോൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഇല്ല. അത് ഓർത്ത് വെച്ചേക്കാം. പ്രോട്ടോസോവന് അങ്ങനെ ഒരു സെൽ വോൾ എന്ന് പറയുന്ന ഒരു ട്രൂ സെൽ വോൾ അവർക്ക് ആബ്സെന്റ് ആണ്. ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചോളൂ. അതാണ് കറക്റ്റ് ആൻസർ വരേണ്ടത്. സോ ദേ ലാക്സ് എ സെൽ വോൾ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ മെയിൻ മെത്തേഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ ആൽഗി? ആൽഗിയുടെ മെയിൻ മെത്തേഡ് ഓഫ് ന്യൂട്രീഷൻ ഇതിലേതാണ്? ഹെട്രോട്രോഫി, കീമോസിന്തസിസ്, ഫോട്ടോസിന്തസിസ്, പാരസൈറ്റിസം. ഇതിലേതാണ് ആൽഗയുടെ മെയിൻ മോഡ് ഓഫ് ന്യൂട്രീഷൻ? ആൽഗ എന്താ ചെയ്യുക? കൂടുതലും ആൽഗ എന്ത് തന്നെയാണ് ചെയ്യുക? ദേ ഡു ഫോട്ടോസിന്തസിസ്. അവർ ഫോട്ടോസിന്തസിസ് വരെയാണ് അവരുടെ ഫുഡ് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഫോട്ടോസിന്തസിസ് ആണ് വരുന്നത്. വേർ ഡു ആൽഗെ ടിപ്പിക്കലി ലിവ്? ആൽഗ എവിടെയാണ് കാണുന്നത്? only in fresh water, in water, dam, soil and in rock, only in marine environment, exclusively in desert. ആൽഗെ വാട്ടറിലും ഡാം സോയിലും അതുപോലെ റോക്സിലും ഒക്കെ ആൽഗെ കാണാറുണ്ട്. സോ അതാണ് കറക്റ്റ് ആൻസർ. വാട്ട് ഇമ്പോർട്ടൻറ്റ് റോൾ ഡു ആൽഗെ പ്ലേ ഇൻ ദ എക്കോസിസ്റ്റം? എക്കോസിസ്റ്റത്തിൽ ആൽഗയുടെ മെയിൻ റോള് എന്താണ്? They fix nitrogen, they produce oxygen and carbohydrate, they decompose organic matter, they act as parasite in host organism. അപ്പം ഇമ്പോർട്ടൻറ്റ് റോള് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതൊരു ബെനഫിഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് റോള് ഇതിലേതാണ്? ആൽഗെ നൈട്രജനെ ഫിക്സ് ചെയ്യാറുണ്ട്, ബട്ട് എല്ലാ ആൽഗെ അത് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് ആൽഗെ ജനറൽ ആയിട്ട് ചോദിക്കുമ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. സോ ദേ പ്രൊഡ്യൂസ് ഓക്സിജൻ. അവർ ഫോട്ടോസിന്തസിസ് ചെയ്യില്ലേ? സോ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്തിട്ട് ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട്. സോ ദേ പ്രൊഡ്യൂസ് ഓക്സിജൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ്. അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. What is the primary structural component of a virus? വൈറസിന്റെ ഒരു സ്ട്രക്ചറൽ കമ്പോണൻറ്റ്. അതിനകത്ത് അവരുടെ സ്ട്രക്ചർ, അതായത് വൈറസിന്റെ സ്ട്രക്ചറിൽ എന്തൊക്കെയാണ് വരുന്നത്? ന്യൂക്ലിക് ആസിഡ് ആൻഡ് പ്രോട്ടീൻ കോട്ട്, സെൽ മെംബ്രെയിൻ ആൻഡ് സൈറ്റോപ്ലാസം, പെപ്റ്റിഡോഗ്ലൈക്കൻ ആൻഡ് റൈബോസോം, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ആൻഡ് മൈറ്റോകോൺട്രിയ. ഒരു വൈറസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാണും? ന്യൂക്ലിക് ആസിഡും പ്രോട്ടീൻ കോട്ടും ആണ് വരുന്നത്. അപ്പോൾ ന്യൂക്ലിക് ആസിഡ് ആൻഡ് പ്രോട്ടീൻ കോട്ടാണ് ആൻസർ. Why are viruses not considered a living organism? വൈറസസിനെ ഒരു ലിവിങ് ഓർഗാനിസം ആയിട്ട് കൺസിഡർ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? They have no genetic material, they cannot metabolize or reproduce independently, they are too small, they have a different genetic code than other life forms. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരിക? അവർക്ക് ഒരു ജനറ്റിക് മെറ്റീരിയൽ ഇല്ല, they cannot metabolize or reproduce independently, they are too small and they have a different genetic code than other life forms. എന്തുകൊണ്ടാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്തതിൻ്റെ മെയിൻ കാര്യം? അവർക്ക് സ്വന്തമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാനോ മെറ്റബോളിസം നടത്താനോ ഒന്നും പറ്റില്ല അല്ലേ? സോ ദേ കനോട്ട് മെറ്റബോളൈസ് ഓർ റീപ്രൊഡ്യൂസ് ഇൻഡിപെൻഡൻ്റ്ലി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഹൗ ഡു വൈറസസ് റീപ്രൊഡ്യൂസ്? വൈറസസ് എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുക? ബൈനറി ഫിഷൻ, ബഡിങ്, റെപ്ലിക്കേഷൻ ഇൻസൈഡ് എ ഹോസ്റ്റ് സെൽ, സ്പോർ ഫോർമേഷൻ. വൈറസസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹോസ്റ്റ് സെല്ലിനുള്ളിൽ ചെന്നിട്ട് റെപ്ലിക്കേറ്റ് ചെയ്തിട്ടാണ്. സോ അതാണ് കറക്റ്റ് ആൻസർ വരിക. ഹോസ്റ്റ് സെല്ലിനുള്ളിൽ പോയിട്ട് അവരെന്ത് ചെയ്യും? റെപ്ലിക്കേറ്റ് ചെയ്യും. വാട്ട് മേക്ക് പ്രിയോൺ യുണീക്ക് കമ്പയർ ടു അതർ ഓർഗാനിസം? പ്രിയോൺസിനെ അതർ ഓർഗാനിസത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ അവർ കുറച്ച് യുണീക്കാണ്. അത് എന്തുകൊണ്ടാണ്? They have no genetic material, they are the smallest non-living organism, they can photosynthesize, they reproduce via binary fission. എന്തുകൊണ്ടാണ് നമ്മൾ പ്രിയോൺസിനെ ഒരു യുണീക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ബിക്കോസ് ദേ ഡു നോട്ട് ഹാവ് ജനറ്റിക് മെറ്റീരിയൽ. അവർക്ക് എന്തേ ഉള്ളൂ? സിംപ്ലി പ്രോട്ടീൻസ് മാത്രമാണ് അവർക്ക് വരിക. മിസ്ഫോൾഡഡ് ആയിട്ടുള്ള പ്രോട്ടീൻസിനെയാണ് നമ്മൾ പ്രിയോൺസ് എന്ന് വിളിക്കുന്നത്. സോ ജനറ്റിക് മെറ്റീരിയൽ ഒന്നും അവർക്ക് ഇല്ല. ബാക്കി ഓർഗാനിസത്തിനെ കമ്പയർ ചെയ്യുമ്പം അതൊരു നമ്മൾ ആക്ച്വലി അതൊരു ഓർഗാനിസമായിട്ടേ നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? ഇതൊരു പ്രോട്ടീൻ മാത്രമാണ്, ഒരു മിസ്ഫോൾഡഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ്.
ഓക്കെ, സോ ദേ ഹാവ് നോ ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. വിച്ച് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ പ്രിയോൺസ്? പ്രിയോൺസ് കോസ് ചെയ്യുന്ന ഡിസീസ് ഇതിൽ ഏതാണ്? ട്യൂബർകുലോസിസ്, CJD, മലേറിയ, ഹെപ്പറ്റൈറ്റിസ് ബി. ഏതാണ്? CJD എന്ന് പറയുന്നതാണ് പ്രിയോൺസ് കോസ് ചെയ്യുന്ന ഒരു ഡിസീസ്. നെക്സ്റ്റ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ബാക്ടീരിയ. ബാക്ടീരിയയെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഗിവൺ എബോവ് ആർ കറക്റ്റ്? കറക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കറക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ബാക്ടീരിയ ആർ യൂണിസെല്ലുലാർ ഓർഗാനിസം വിത്ത് എ ന്യൂക്ലിയസ് എൻക്ലോസ്ഡ് ബൈ മെംബ്രെയിൻ. Bacteria can exist in different shape including Bacillus, Coccus, Spirilla, Vibrio. The plasmid in some bacteria contain additional genetic material that can provide advantages such as antibiotic resistance. Bacteria divide by a process called binary fission. അപ്പോൾ ഈ 3-4 സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ നോക്കാം. ബാക്ടീരിയ ഡിവൈഡ് ബൈ പ്രോസസ് കോൾഡ് ബൈനറി ഫിഷൻ, അത് കറക്റ്റ് ആണ്. The plasmid in some bacteria contain additional genetic material. Extra circular DNA ആണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ആൻഡ് അവർ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ അത് കറക്റ്റ് ആണ്. ബാക്ടീരിയ ക്യാൻ എക്സിസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് ഷേപ്സ് ഇൻക്ലൂഡിംഗ് ബാസിലസ്, കോക്കസ്, സ്പൈറില ആൻഡ് വിബ്രിയോ. അതും കറക്റ്റ് ആണ് അല്ലേ. ആൻഡ് ബാക്ടീരിയ ആർ യൂണിസെല്ലുലാർ ഓർഗാനിസം വിത്ത് എ ന്യൂക്ലിയസ് എൻക്ലോസ്ഡ് ബൈ എ മെംബ്രെയിൻ. ബാക്ടീരിയ എന്താണ്? പ്രോക്യാരിയോട്ട് ആണ്. സോ ദേ ഡു നോട്ട് ഹാവ് എ പ്രിഡോമിനന്റ് ന്യൂക്ലിയസ്. സോ ഇത് തെറ്റാണല്ലേ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസേഴ്സ് ഏതൊക്കെയാണ്? 2, 3 and 4 only. Consider the following statement regarding the classification of bacteria. Bacterial classification ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഇത്. അതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ അല്ലെ എബോ ആർ ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കിയാലോ. gram positive and gram negative bacteria are classified based on the difference in their cell wall structure. Facultative anaerobes can survive in both oxygen-rich and oxygen-deprived environment. Autotrophic bacteria obtain energy only by consuming other organisms. Bacteria can be classified as aerobic, anaerobic or facultative anaerobes based on their oxygen requirement. അപ്പോൾ ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഓരോന്നും നമുക്ക് നോക്കിയാലോ. ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ക്ലാസിഫൈ ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണ്? സെൽ വോൾ സ്ട്രക്ചറിന്റെ ബേസിസിലാണ്. സോ ഇറ്റ് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഫാക്കൽറ്റേറ്റീവ് അനേറോബ്സ് ക്യാൻ സർവൈവ് ഇൻ ബോത്ത് ഓക്സിജൻ റിച്ച് ആൻഡ് ഓക്സിജൻ ഡിപ്രൈവ്ഡ് കണ്ടീഷൻ. അത് കറക്റ്റ് ആണ് അല്ലേ. എയറോബിക് ആൻഡ് അനേറോബിക് കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നവരെയാണ് നമ്മൾ ഫാക്കൽറ്റേറ്റീവ് അനേറോബ്സ് എന്ന് വിളിക്കുക. ഓട്ടോട്രോഫിക് ബാക്ടീരിയ ഒബ്റ്റെയിൻ എനർജി ഓൺലി ബൈ കൺസ്യൂമിങ് അതർ ഓർഗാനിസം ആണോ? ദേ ക്യാൻ സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് അല്ലെങ്കിൽ ദേ ക്യാൻ സിന്തസൈസ് ദെയർ ഓൺ എനർജി. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. Bacteria can be classified as aerobic, anaerobic or facultative anaerobe based on their oxygen requirement. ഓക്കെ, അപ്പോൾ ഓക്സിജൻ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് അവരെ എയറോബിക്, അനേറോബിക്, ഫാക്കൾട്ടേറ്റീവ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. അതും കറക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്ന ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദാറ്റ് ഈസ് 3 only. മൂന്നാമത്തേതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ബാക്ടീരിയൽ ക്യാരക്ടറിസ്റ്റിക്സ്. ബാക്ടീരിയയുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ എബോ ആർ കറക്റ്റ്? അപ്പോൾ ഇതിനെ കൺസിഡർ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ്? ബാക്ടീരിയൽ ക്യാരക്ടേഴ്സിനെ കൺസിഡർ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. മോസ്റ്റ് ബാക്ടീരിയ ഹാവ് പെപ്റ്റിഡോഗ്ലൈക്കൻ സെൽ വാൾ. ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ബൈ എ പ്രോസസ് കോൾഡ് മൈറ്റോസിസ്. സം ബാക്ടീരിയ മൂവ് യൂസിംഗ് സ്ട്രക്ചേഴ്സ് കോൾഡ് ഫ്ലജല. ബാക്ടീരിയ ജനറ്റിക് മെറ്റീരിയൽ ഈസ് ഫൗണ്ട് ഇൻ എ സിംഗിൾ ലൂപ്പ് ഓഫ് DNA. അപ്പം ഓരോന്നും നമുക്ക് നോക്കാം. കറക്റ്റ് ആയിട്ടുള്ളതാണെന്ന് ഓർക്കുക. മോസ്റ്റ് ബാക്ടീരിയ ഹാവ് പെപ്റ്റിഡോഗ്ലൈക്കൻ സെൽ വാൾ, അത് കറക്റ്റ് ആണ്. ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ബൈ എ പ്രോസസ് കോൾഡ് മൈറ്റോസിസ്, അത് തെറ്റാണ്. ബൈനറി ഫിഷൻ വഴിയാണ് ചെയ്യുന്നത്. സം ബാക്ടീരിയ മൂവ് യൂസിംഗ് സ്ട്രക്ചേഴ്സ് കോൾഡ് ഫ്ലജല, അത് കറക്റ്റ് ആണ്. ബാക്ടീരിയ ജനറ്റിക് മെറ്റീരിയൽ ഈസ് ഫൗണ്ട് ഇൻ എ സിംഗിൾ ലൂപ്പ് ഓഫ് DNA, അതും കറക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതിൽ കറക്റ്റ് 1, 3 and 4 only. ഓക്കെ, 1, 3 and 4 only. അത് ബൈനറി ഫിഷൻ ആണ്, മൈറ്റോസിസ് അല്ല, ബൈനറി ഫിഷൻ. Consider the following statements regarding energy source of bacteria. Energy source of bacteria ne consider ചെയ്യുമ്പോൾ എന്താണ് നോക്കേണ്ടത്? Which of the following statement given above are incorrect? Incorrect ആയിട്ടുള്ളത് നോക്കുക. Heterotrophic bacteria obtain energy by consuming organic matters. Autotrophic bacteria synthesize their own food using sunlight or chemical reaction. Saprophytic bacteria derive energy from decaying organic matter. Chemoautotrophs rely solely on sunlight for energy.
പ്രൊഡക്ഷൻ. അപ്പോൾ ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ഒബ്റ്റെയിൻ എനർജി ബൈ കൺസ്യൂമിങ് ഓർഗാനിക് മാറ്റേഴ്സ്. അത് കറക്റ്റ് ആണ് അല്ലേ? ഓർഗാനിക് മാറ്റേഴ്സിനെ കൺസ്യൂം ചെയ്തിട്ടാണ് അവർ എനർജി എടുക്കുക. ഓട്ടോട്രോഫിക് ബാക്ടീരിയ സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് യൂസിങ് സൺലൈറ്റ് ഓർ കെമിക്കൽ റിയാക്ഷൻ. അതും കറക്റ്റ് ആണ്. സാപ്രോഫൈറ്റ് ബാക്ടീരിയ ഡിറൈവ് എനർജി ഫ്രം ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ. സാപ്രോഫൈറ്റിക്കിന്റെ കാര്യം അതാണ്. കീമോ ഓട്ടോട്രോഫ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവർ കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് അവരെന്ത് ചെയ്യുക? എനർജി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഫുഡ് സിന്തസൈസ് ചെയ്യുന്നത്. അല്ലാതെ സൺലൈറ്റ് യൂസ് ചെയ്തിട്ടല്ല. അതിനെ നമ്മൾ ഫോട്ടോ ഓട്ടോട്രോഫ്സ് എന്ന് പറയും. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ 4 ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. 4 only. Consider the following statement regarding archaea. Archaea have a cell wall that contain peptidoglycans similar to true bacteria. They thrive in extreme environment conditions such as deep sea vent and hot springs. Archaeans produce energy through bacteriorhodopsin, which react with light to form ATP. Methanogens, halophytes, thermophiles, and psychrophiles are all types of bacteria archaea based on their habitat. So which of the above statements are correct? Correct ആയിട്ടുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓരോന്നൊന്ന് നോക്കിയാലോ. Archaea have a cell wall that contains peptidoglycan. അത് തെറ്റാണല്ലേ? ട്രൂ ബാക്ടീരിയ പോലെ അവർക്ക് പെപ്റ്റിഡോഗ്ലൈക്കൻ വരുന്നില്ല. They thrive in extreme environmental conditions such as deep sea vents and hot spring. അത് കറക്റ്റ് ആണ്. എക്സ്ട്രീം കണ്ടീഷൻസിലാണ് അവർ കൂടുതലും കാണുന്നത്. Archaeans produce energy through bacteriorhodopsin, which react with light to form ATP. അതും കറക്റ്റ് ആണ്. Methanogens, halophiles, thermophiles, and psychrophiles are all types of archaea based on their habitat. അതും കറക്റ്റ് ആണ്. അപ്പോൾ 2, 3, 4 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 2, 3 and 4. 1 തെറ്റാണ്. Consider the following statements about fungi. Fungi are eukaryotic organism with a true nucleus. The cell wall of fungi is composed of cellulose. Fungi obtain nutrients by absorbing organic material from their environment. The hyphae collectively form a structure called mycelium. Which of the above statements are correct? അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. Fungi are eukaryotic organism with a true nucleus. അത് കറക്റ്റ് ആണ്. They are eukaryotic. The cell wall of fungi is composed of cellulose. അത് തെറ്റാണ്. Chitin ആണ് വരുന്നത്. Chitin. Fungi obtain nutrients by absorbing organic material from their environment. അത് കറക്റ്റ് ആണ്. The hyphae collectively form a structure called mycelium. അതും കറക്റ്റ് ആണ് അല്ലേ? അപ്പോൾ ഇതിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? 1, 3 and 4. 1, 3 and 4. Consider the following statements about protozoa. Protozoa are unicellular aerobic autotrophic eukaryotes. Their cell walls are made up of cellulose. Protozoa are divided based on their mode of locomotion into flagellates, coelates, amoeboids, sporozoans. Protozoa are autotrophs while other are heterotrophs. അപ്പോൾ ഇതിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? Which of the above statements are incorrect? ഈ തന്നിരിക്കുന്നത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻകറക്റ്റ് ആയിട്ടുള്ളത് Protozoa are unicellular aerobic autotrophic eukaryote. Unicellular aerobic ആയിട്ടുള്ള autotrophic eukaryote എന്നാണ് പറഞ്ഞിരിക്കുന്നത്. That is a wrong statement. Their cell walls are made up of cellulose. Protozoa are divided based on their mode of locomotion into flagellates, coelates, amoeboids and sporozoans. അത് correct ആണല്ലേ? And some protozoa are autotrophs while other are heterotrophs. ചിലത് ഓട്ടോട്രോഫ്സ് ആണ്, ചിലത് ഹെറ്ററോട്രോഫ്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോട്ടോസോവൻസ് എന്താണ്? They all are. അവർ കൂടുതലും എന്താണ് വരിക? ഓട്ടോട്രോഫ്സ് ആണോ ഹെറ്ററോട്രോഫ്സ് ആണോ? അപ്പോൾ ഇതിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് 1 only. 1 മാത്രമല്ല കേട്ടോ, 1 and 2 ആണ് വരിക. അവർക്ക് സെൽ വോൾ വരുന്നില്ല അല്ലേ? സെൽ വോൾ വരുന്നില്ല. സോ 1 and 2 ആണ് വരുന്നത് കേട്ടോ. 1 and 2 സെൽ വോൾ അവർക്ക് വരുന്നില്ല. അപ്പം സെൽ വോൾ ആർ മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് എന്നുള്ളത് അവർക്ക് വരുന്നില്ല. അത് ഓർക്കുക. പ്രോട്ടോസോവൻസിന് സെൽ വോൾ ആയിട്ട് അവർക്കില്ല സ്ട്രക്ചർ. സോ പ്രോട്ടോസോവൻസ് ആർ യൂണിസെല്ലുലാർ എയറോബിക് ഓട്ടോട്രോഫിക് യൂക്കാരിയോട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് സം ഓഫ് ദം ആർ ഹെറ്ററോട്രോഫ്സ് ആൻഡ് സം ഓഫ് ദം ആർ ഓട്ടോട്രോഫ്സ് ആൻഡ് ദ സെൽ വോൾ ആർ മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ നമുക്ക് ഈ 2 സ്റ്റേറ്റ്മെന്റ് ആണ് റോങ് ആയിട്ട് വരുന്നത്. 1 and 2 ആണ് ആൻസർ വരിക. Consider the following statements about viruses and prions. Viruses are non-cellular entities with a nucleic acid core surrounded by a protein coat. Prions contain RNA and DNA and are capable of replication. Viruses can only replicate inside a host cell.
Prions are responsible for the disease called Creutzfeldt-Jakob disease and bovine spongiform encephalopathy. അപ്പം ഇതിൽ എന്താണ് ചോദിച്ചിരിക്കുക? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് ആയിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. വൈറസസ് ആർ നോൺ സെല്ലുലാർ എൻറ്റിറ്റീസ് വിത്ത് എ ന്യൂക്ലിക് ആസിഡ് കോർ ആൻഡ് സറൗണ്ടഡ് ബൈ പ്രോട്ടീൻ കോട്ട്. അത് കറക്റ്റ് ആണ്. Prions contain RNA and DNA and are capable of replication. അത് തെറ്റാണ്. They do not have genetic material. അവർക്ക് പ്രോട്ടീൻ മാത്രമേ വരുന്നുള്ളൂ. Viruses can only replicate inside a host cell. അതും കറക്റ്റ് ആണ്. Prions are responsible for CJD and BSC. അതും കറക്റ്റ് ആണ് അല്ലേ? അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 1, 3 and 4. 1, 3 and 4 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് അസേർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ബാക്ടീരിയ ആർ ക്ലാസിഫൈഡ് ആസ് എയ്തർ ഗ്രാം പോസിറ്റീവ് ഓർ ഗ്രാം നെഗറ്റീവ് ബേസ്ഡ് ഓൺ ദെയർ സെൽ വാൾ സ്ട്രക്ചർ. ബാക്ടീരിയനെ ഗ്രാം നെഗറ്റീവും ഗ്രാം പോസിറ്റീവും ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഗ്രാം സ്റ്റെയിനിങ് ടെക്നിക് ഡിഫറൻഷിയേറ്റ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ ഡിഫറൻസ് ഇൻ ദെയർ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ കോമ്പോസിഷൻ. അപ്പോൾ അത് കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ്. ബോത്ത് ആർ കറക്റ്റ് ആൻഡ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓൾസോ. Some bacteria can survive in both oxygen-rich and oxygen-free environment. These bacteria are called facultative anaerobes as they switch between aerobic and anaerobic mode of respiration. അപ്പോൾ ചില ഓർഗാനിസത്തിന് ഓക്സിജൻ റിച്ചും ഓക്സിജൻ ഫ്രീ എൻവയൺമെന്റിൽ സർവൈവ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. ആൻഡ് അവരെ നമ്മൾ ഫാക്കൾട്ടേറ്റീവ് അനേറോബ്സ് എന്നാണ് വിളിക്കുക. അവർ സ്വിച്ച് ചെയ്യും റെസ്പിറേഷൻ. സോ അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സും ആണ്, കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ്. ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ബൈ ബൈനറി ഫിഷൻ. Binary fission is a process in which bacterial cell undergo mitosis producing two identical daughter cell. ബൈനറി ഫിഷൻ വഴിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബൈനറി ഫിഷനിൽ മൈറ്റോസിസ് സംഭവിച്ചിട്ട് 2 ഐഡന്റിക്കൽ സെൽസ് ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. സോ ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ബൈ ബൈനറി ഫിഷൻ എന്നുള്ളത് ട്രൂ ആണ്. Archaea are classified as prokaryote because they lack a nucleus. Archaea have a cell membrane composed of peptidoglycan similar to bacteria. സോ അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ ട്രൂ ആയിട്ട് വരുന്നത് അല്ലേ? അസേർഷൻ മാത്രമാണ് ട്രൂ, 6 ഫോൾസ് ആണ്. ഫഞ്ചൈ ഒബ്റ്റെയിൻ ന്യൂട്രിയൻസ് ത്രൂ അബ്സോർപ്ഷൻ ഫ്രം ദയർ എൻവയൺമെന്റ്. ഫഞ്ചൈ പൊസസ് ക്ലോറോഫിൽ വിച്ച് അലോ ദം ടു പെർഫോം ഫോട്ടോസിന്തസിസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അസേർഷൻ എന്ന് പറയുന്നത് ട്രൂ ആണ്. റീസൺ ഇസ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. സോ എ ഇസ് ട്രൂ, ആർ ഇസ് ഫോൾസ്. Viruses are considered as acellular organism. Viruses lack cellular structure and cannot metabolize their own. അത് കറക്റ്റ് ആണല്ലേ? അസെല്ലുലാർ ഓർഗാനിസം എന്നാണ് പറയുന്നത് ബിക്കോസ് ദേ ലാക്ക് സെല്ലുലാർ സ്ട്രക്ചർ ആൻഡ് കനോട്ട് മെറ്റബിളൈസ് ഓൺ ദെയർ ഓൺ. അപ്പോൾ അത് രണ്ടും സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ്. അപ്പോൾ എത്രയാണ് ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിൽ നമുക്ക് വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ വരാൻ ചോദിക്കാൻ പോകുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഒരു മോഡലാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും ഇങ്ങനത്തെ ഡെഫിനിഷൻസ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ആണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വരാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ നിങ്ങൾ എല്ലാത്തിൻ്റെയും ഡെഫിനിഷൻ നന്നായിട്ട് പഠിക്കുക. എന്താണ് അനേറോബ്, എന്താണ് എറോബിക്, അല്ലെങ്കിൽ ഷേപ്പുകൾ ബാസിലസ്, കോക്കായി അങ്ങനത്തെ ഷേപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളതും, തെർമോഫൈൽസ് എന്താണ്, മെഥനോജൻസ് എന്താണ്, അങ്ങനത്തെ എല്ലാത്തിൻ്റെയും ഡെഫിനിഷൻസ് നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ. നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതും അത്രേ ഉണ്ടാവുള്ളൂ. മുൻ വർഷങ്ങളിലും ചോദിച്ചിട്ടുള്ളത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഉടനെ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു എവരിവൺ.